بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ما شاء الله. അബ്ജാസ് നല്ല പാട്ട് പാടിയില്ല, നല്ല പാട്ട്, അൽഹംദുലില്ലാ. മറ്റേ രണ്ടാമത് പാടിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, വേഗം നിർത്തിയേക്കുക. അതേതായിട്ട് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും മാത്രമല്ല, മരണത്തിന് മുമ്പ് പല പ്രാവശ്യം ഹബീബ് അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന ദർശനം ലഭിക്കാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ കഅബ ശരീഫിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബിന്റെ തിരുഹളറത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യാനും പുണ്യങ്ങൾ വാരിക്കൂട്ടി ഇഹപര വിജയം നേടാൻ സൗഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇന്നലെ നാം പറഞ്ഞുവെച്ച മക്കയിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ അവിടുത്തെ പുണ്യസ്ഥലങ്ങളും സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് തുടർന്ന് പറയാറുള്ളത്. മഹാനായ ഇമാമുന നവവി റഹ്മഹുല്ലാഹ് പറയുന്നത് കാണാം, യുസ്തഹബ്ബു സിയാറത്തുൽ മവാലിൽ മശ്ഹൂറത്തി ബിൽ ഫളി ഫീ മക്ക വൽ ഹറം. പുണ്യ മക്കായിലും വിശുദ്ധ ഹറം ഷരീഫിലുമൊക്കെയുള്ള വളരെ പുണ്യങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കൽ സുന്നത്താണ്. ഇവിടെ സ്ഥലങ്ങളൊക്കെ ചുരുക്കി പറയാം. തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങളെപ്പോലെയുള്ള ഒരു ഖുർആനും സുന്നത്തും ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കിയ ഹാഫിളായ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി സുന്നത്താണെന്ന് വളരെ വ്യക്തമായി വെട്ടിത്തുറഞ്ഞ് പറഞ്ഞിരിക്കണം. എന്താ പ്രത്യേകം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് സന്ദർശന സ്ഥലങ്ങളിലൊക്കെ ഹാജിമാരെത്തുമ്പോ അവിടെ പ്രത്യേകമായി മുറിയൻകുപ്പായിട്ട് കാടം താടിയിട്ട് വെച്ച് കുറച്ച് ആൾക്കാരെ കാണാം. അവര് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ വരലും പുണ്യൊന്നുമില്ല, ഇത് ഹജ്ജിന്റെ ഭാഗമൊന്നുമല്ല, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയാനായിട്ട് അത് കണക്കിന് മെച്ചാണ്. കാരണം മനുഷ്യന്റെ സ്വഭാവം ഉണ്ടല്ലോ, ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ അവിടെ തുപ്പും, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും. ആ നിരക്ക് ആ പറച്ചിൽ കുറച്ച് മെച്ചാണ്, ആളുകൾ കൂടുതൽ വരും. എങ്കിലും നമ്മൾ ചിന്തിക്കണം, മുസ്തഹബാണ്, സുന്നത്താണ്, പുണ്യമാണെന്ന് മഹാന്മാരായ ഇമാം നവവി എന്നൊക്കെ പറഞ്ഞാൽ ഹദീസിന്റെ വിഷയത്തിൽ എത്ര വലിയ, ഇവർക്ക് ഇന്ന് നമുക്ക് ഏതാണ് ഒരു ഹദീസ് സഹീഹാണോ വഈഫാണോ എന്ന് തീരുമാനിക്കാൻ ഇമാം നവവി റളിയല്ലാഹു തആല എഴുതിയ ആധികാരിക ഗ്രന്ഥങ്ങളാണ് ഇന്ന് പണ്ഡിതന്മാർ അടിസ്ഥാനമാക്കുന്നത്. അത്ര വലിയ ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനും ഖുർആൻ പണ്ഡിതനുമായ ഇമാം നവവി പറയുന്ന സുന്നത്താണ് പറയുന്നത്. എന്നിട്ട് ഇവരുള്ള ആലുമൂലിയന്മാര് അങ്ങോട്ട് പോകണ്ട, അവിടെ പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ വിദേഹത്താണ്, അതൊന്നും സുന്നത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം തന്നെ ആ വാചകം തന്നെ മഹാനവർകളുടേത് ഞാൻ ഉദ്ധരിച്ചത്. ധാരാളം സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അതിൽ പലതും ഇന്ന് ഇല്ലാതായി, കാണാതായിപ്പോയി. ചുരുക്കി പറയട്ടെ, ഒന്നാമത് മഹാനവർകൾ എണ്ണുന്നത് മിൻഹാൽ ബൈത്തുല്ലദീ വിൽദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തുമുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട്, ഈ വീടാണ് ഒന്നാമതായി മസ്ജിദുൽ ഹറാമും കഅബയും കഴിച്ചാൽ പിന്നെ സന്ദർശിക്കാൻ പറഞ്ഞ പുണ്യസ്ഥലങ്ങളിൽ ഒന്ന്. എന്നിട്ട് പറയുകയാണ്, വഹുവ മസ്ജിദുൻ ഫീ സുഖാഖി ഖാലുൽ സുഖാഖുൽ മൗലിദ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് പുണ്യമായ പ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖാഖുൽ മൗലിദിൽ അന്ന് പള്ളിയാണ്.
സ്ഥലങ്ങളിൽ സന്ദർശിക്കലുമായി പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടാർക്ക് സുന്നത്ത് സ്കരിച്ച തഹിയ്യത്ത് സ്കരിച്ച കൂലിയും കിട്ടുമല്ലോ. ഈ ഉദ്ദേശത്തിൽ മുൻഗാമികൾ പള്ളിയാക്കി വെച്ചതായിരുന്നു. ഇന്നതില്ല. എന്നാലും അൽഹംദുലില്ലാഹ് വലിയ ഖൈറ. ആ പള്ളി പൊളിച്ച് കയ്യേറ്റക്കാരായ അക്രമികൾ അവിടെ സൂക്കുൽ വനമാക്കിയിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലം എന്ന നിലക്ക് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സ്ഥലമാണെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് അതാണ് എന്ന് ചരിത്രകാരന്മാരിൽ ഒരാൾക്കും തർക്കമില്ല. എന്നാൽ ഈ സ്ഥലം പള്ളി പൊളിച്ച് അവിടെ ആടിനെ കെട്ടുന്ന ആട് സൂക്കാക്കിയിരുന്നു. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർക്കുള്ള വെറുപ്പ് എത്ര നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സാധാരണ മനുഷ്യന്റെ മാത്രമൊന്നുമല്ല, മറിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യജന്മം കൊണ്ട് മഹത്തായ പുണ്യം ലഭിച്ച ആ സ്ഥലം പൂർവികരായ മുസ്ലിം ഉമ്മത്ത് അതിനോടുള്ള ബഹുമാന സൂചകമായി പള്ളി നിർമ്മിച്ച പള്ളിയായി വഖഫ് ചെയ്തത് പൊളിച്ചു മാറ്റി ആട് സൂക്കാക്കി മാറ്റാൻ മാത്രമുള്ള ധിക്കാരം. പക്ഷെ പിന്നെ ചില നല്ല ബുദ്ധികൾ ആ ആട് സൂക്ക് അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന അവിടെ അധികാരികൾ ഇപ്പോഴും ഒരുപോലത്തെ അല്ലല്ലോ. നല്ല മനുഷ്യന്മാർ എപ്പോഴും അവിടെ ഭരണാധികാരികളായി വരുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിന്റെ അതല്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ. അങ്ങനെ ആ ആട് സൂക്ക് അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്ത് സ്ഥലം വൃത്തിയായി ശുദ്ധിയാക്കുകയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മാരകമായി ആ പേരിലല്ലെങ്കിലും ഒരു ലൈബ്രറി തുടങ്ങുകയും ചെയ്തു. മക്തബത്ത് മക്ക എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എന്ന പേരിൽ അറിയേണ്ടതായിരുന്നു. പക്ഷേ അതെന്തായാലും സഹിക്കാൻ അവരുടെ കഴിയില്ല. എന്നാലും ഈ ആടിനെ കെട്ടി ആട് കാശിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നിട്ട് മാറി ഒരു ലൈബ്രറിയായി സൂക്ഷിക്കുന്നു. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പുണ്യം കൊതിച്ചുകൊണ്ട് ആ സ്ഥലം ഒന്ന് സന്ദർശിക്കാനും അവിടെ ഒന്ന് കയറി കാണാനുമുള്ള സൗകര്യം ഹാജിമാർക്ക് പൊതുവെ ഇല്ല. അതങ്ങനെ അടുത്തു പോയി കാണാനല്ലാതെ എന്ന് അപ്പോഴും അടച്ചു പൂട്ടിയിട്ടാണ്. അപ്പോ അതാണ് ഒന്നാമത്തെ സ്ഥലം. പക്ഷെ അതിൽ കയറി പള്ളി എന്ന നിലക്ക് പള്ളിയാക്കപ്പെട്ടിരുന്നു. പള്ളി എന്ന നിലക്ക് രണ്ടരക്കാത്ത സുന്നസ്കരിക്കാനോ അവിടെ നിന്നൊന്നും ദ്വാരക്കാനോ എന്നുള്ള സൗകര്യമില്ല. എങ്കിലും കാണാം. സഫ മർവയുടെ ഭാഗത്ത് ഒറ്റത്തിറങ്ങിയാൽ നേരെ നമ്മൾ കബാ ഷരീഫിന്റെ പിന്നിട്ട് നിൽക്കുമ്പോ വലത് ഭാഗത്തായിട്ട് അല്പം മുന്നോട്ട് പോയാൽ ഇന്നും കാണാം റോഡിനോട് മെയിൻ റോഡിനോട് ചാരി ഒരു മക്തബത്ത് മക്ക എന്ന പേരിൽ. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് നിന്നിരുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കാതെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്ര പണ്ഡിതനായ ഇമാം അസ്റഖി മക്കയുടെയും മദീനയുടെയും ചരിത്രം ഏറ്റവും ആധികാരികമായ ചരിത്രമായി ലോകം അംഗീകരിക്കുന്ന ഇമാം അസ്റഖിയുടെ താരീഖ് മക്ക. ഈ താരീഖ് മക്കയില് ഇമാം അസ്റഖി പറഞ്ഞത് ബഹുലാ ഖിലാഫ ഫീഹി, ഈ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലമാണ് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാരിൽ ഭിന്നാഭിപ്രായം തന്നെയില്ല. അത്രയും ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെട്ടതാണ് അത് തിരുനബിയുടെ ജന്മസ്ഥലമാണ് എന്ന്. മറ്റൊന്ന്, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് ബൈത്തു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ആരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവും 25 വർഷത്തോളം ഒന്നിച്ച് ജീവിക്കുകയും മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമക്കളായ 6 സന്താനങ്ങളെയും മഹദിയായിരിക്കുന്ന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ജന്മം നൽകുകയും ചെയ്ത ആ പുണ്യ ഭവനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താമസം കൊണ്ട് രാപ്പകലില്ലാതെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവും പോക്കും കൊണ്ട് മഹദിയായിരിക്കുന്ന ഖദീജ ബീവിയുടെയും പ്രിയപ്പെട്ട തിരുനബിയുടെ മക്കളുടെയും ഒക്കെ സ്ഥലമായിരുന്നു. പ്രത്യേകം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിച്ച സ്ഥലം എന്ന പേരിൽ അതിലൊരു സ്ഥലം പ്രത്യേകം തന്നെ അടയാളപ്പെടുത്തി കാണാം. ഈ സ്ഥലമാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താവുന്നത് വരെ താമസിക്കുക മാത്രമല്ല, വലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖീമൻ ബിയത്ത ഹാജറാണ്. മദീന ശരീഫിലേക്ക് ഹിജറ പോകുന്നത് വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച ഈ പുണ്യഭവനം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
മക്കളും ഒക്കെ മദീന ഷരീഫിലേക്ക് ഹിജറ പോയപ്പോ പിന്നീടത് അബൂ ത്വാലിബിന്റെ മകനാവുന്ന ഉഖൈൽ അത് കയ്യേറ്റി. അന്ന് അദ്ദേഹം അത് വിലക്ക് വാങ്ങിയതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു വാങ്ങിയതല്ല, താനത് കയ്യേറി സ്വന്തമാക്കിയായത്. അങ്ങനെ തന്റേതായി ഉഖൈൽ ദീർഘകാലം കൊണ്ടുവന്നു. പിന്നീട് ഖുലഫാഉർ റാഷിദുകളുടെ ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു തആല ഖലീഫയായ സമയത്ത് ഈ ഉഖൈൽ ബിൻ അബീ ത്വാലിബിൽ നിന്ന് അദ്ദേഹം ആ വീട് വിലക്ക് വാങ്ങുകയും ഫജഅലഹു മസ്ജിദാണോ സഹാബിയാവുന്ന ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അതിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിത്യസ്മാരകമായി നിലനിൽക്കട്ടെ എന്ന സദുദ്ദേശത്തോടുകൂടി അതിനൊരു പള്ളിയാക്കി മാറ്റുകയും ചെയ്തു. പക്ഷെ അതൊന്നുമില്ല, ആ വീടൊന്നും കാണുകയില്ല. പല പ്രാവശ്യം ഹജ്ജിന് വന്ന ആളുകൾക്ക് പോലും എവിടെയാണ് ഈ പുണ്യഭൂമി, മസ്ജിദ് നബവി അല്ല മസ്ജിദുൽ ഹറാം കഴിച്ചാൽ മക്കയിലെ ഈ വീടാണ്. ജനിച്ച വീട് വരെ ചെറുപ്പകാലത്ത് മാത്രം താമസിച്ചല്ലേ. നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും താമസിച്ചിട്ടും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് വരെയുള്ള ഏകദേശം 28 കൊല്ലത്തോളം നബി തങ്ങൾ താമസിക്കുകയും ഇത്രയും കാലം ജിബ്രീൽ അലൈഹിസ്സലാം വരികയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത അതിമഹത്തായ ആ സ്ഥലം മുആവിയ റളിയല്ലാഹു തആല അൻഹു അത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ വേണ്ടി പള്ളിയാക്കി നിർമ്മിച്ചെങ്കിലും പക്ഷേ അത് പിൽക്കാലത്ത് അപ്രത്യക്ഷമായി. പക്ഷെ ഇന്നും ഉണ്ടത്, പക്ഷെ പുറത്തു കാണൂല. കാരണം ഹറമിന്റെ മുറ്റം ഇന്ന് വളരെ ഉയർന്നു കഴിഞ്ഞല്ലോ. സഫാ മർവന്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. സഫാ മർവ കഴിഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് ഹറമിന്റെ മുറ്റമായി വിശാലമായ മുറ്റം സൗകര്യപ്പെടുത്തി സജ്ജീകരിച്ച് കാണാം. ഈ മുറ്റത്തിന്റെ അടിയിൽ ഇന്നും അത് സുരക്ഷിതമായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. അത് പൊളിക്കാൻ ഓർഡറാവുകയും മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാർ ട്രാവലിന്റെ ഡ്രൈവർമാർ അത് പൊളിക്കാൻ വന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് പൊളിക്കാൻ ആ ഡ്രൈവർമാര് പാകിസ്ഥാനി ഡ്രൈവർമാരായിരുന്നു അന്ന് ട്രാവലിന്റെ ഡ്രൈവർമാരായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കത് പൊളിക്കാനുള്ള ധൈര്യമില്ല. കാരണം ഈമാൻ എന്തായാലും കുറച്ചൊരു ഈമാനും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും അൽബിലുള്ളവരാണ് അവരത് സമ്മതിച്ചു. അങ്ങനെ തൽക്കാലത്ത് രാത്രിക്ക് രാത്രി മഹാനായെന്ന് വഫാത്തായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ യമാനി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം സന്തോഷമാക്കി കൊടുക്കുമാറട്ടെ. വലിയ പണ്ഡിതനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ ഇമാമും ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനുമാണ് മുഹമ്മദ് അബ്ദുൽ യമാനി. അദ്ദേഹം ഉടനെ നേരിട്ട് തലസ്ഥാനത്ത് പോയി മഹാനായ ഖാദിമുൽ ഹറമൈനി ശരീഫൈനിയെ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ആ ചരിത്ര സ്മാരകം പൊളിക്കാൻ പാടില്ല എന്ന് രാജകൽപ്പന നേരിട്ട് എഴുതിച്ച് വാങ്ങി പിറ്റേന്ന് രാവിലെ ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ അമീർ ഹൗസിലുമൊക്കെ മഹാനായ ഖാദിമുൽ ഹറമൈനി ഷരീഫയുടെ ഓർഡർ എത്തിച്ച് അത് പൊളിക്കാത്ത നിലക്ക് സ്മാരകമായി നിലനിർത്തി. പക്ഷേ അത് ഭൂമിക്കടിയിലാണ്. എങ്കിലും പൊളിഞ്ഞു പോകാതെ ചുമരുകൾക്കുള്ളും ഉള്ളും പുറവും ഇരുമ്പ് പ്ലേറ്റ് കൊണ്ട് ഭദ്രമാക്കി അവസാനം അത് മൂടി അതിന്റെ മുകളിൽ മണ്ണിട്ട് നിർത്തിയിരിക്കണം. ഒരു കാലത്ത് ഒരു ചരിത്രാന്വേഷിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചാൽ ആ മണ്ണ് നീക്കിയ സുരക്ഷിതമായി അവിടെ നിൽക്കാൻ വേണ്ടിയായിരിക്കാം ചുമരിന്റെ അകവും പുറവും ഇരുമ്പ് പ്ലേറ്റ് വെൽഡ് ചെയ്ത് ഉറപ്പിച്ച് പൊളിഞ്ഞു പോകാത്ത നിലക്ക് സുരക്ഷിതമായി വച്ചത്. ഏകദേശം നമ്മൾ ബാബുസലാമിലൂടെ പുറത്തിറങ്ങിയാൽ അതിന്റെ അടുത്ത് കാണാലോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ബാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ചെറിയ വാതിൽ. അത് ഏകദേശം ഈ ബാബുസലാമിന്റെ അടുത്തായിട്ടാണ്. ആ നേരെ പോയാൽ ഈ മുറ്റത്ത് കിട്ടുന്ന വലിയൊരു വിളക്കുകാലുണ്ട്. ആ വിളക്കുകാല് നിൽക്കുന്നതിന്റെ ഏകദേശം നേരെയായി അടിയിലാണ് ഇന്നതുള്ളത്. മോളെ കാണൂല മാത്രം, കാഴ്ചക്കില്ല, പുറത്തുള്ള മണ്ണിനടിയിലാണ്. കാരണം നമ്മൾ സഫാ മർവന്റെ ചരിത്രം പറഞ്ഞല്ലോ, സൊഫയിൽ നിന്ന് മർവയിലേക്ക് പോകുമ്പോ പച്ചടയാളത്തിനിടയിലുള്ള സ്ഥലത്ത് ഭൂമിയുടെ സമനിരപ്പിൽ നിന്നും ഒരു കുതിരക്കാരൻ കുതിരയുടെ പുറത്ത് കയറി ഇരുന്ന് 7 മുഴം നീട്ടം വരുന്ന
ചവളത്തിന്റെ തല മാത്രമേ പുറത്തു കാണുമായിരുന്നുള്ളൂ. അത്രയും ആഴത്തിലുള്ള ഭാഗമാണത്. അതിൽ നിന്ന് പൊന്തി ഉയർന്ന് മത്താഫിനേക്കാളും ഉയരം വന്നു കഴിഞ്ഞു. അപ്പൊ എത്രത്തോളം പൊന്തിയിട്ടുണ്ടാവുന്നറിയാം. അപ്പൊ ഭൂമിന്റെ അടിയിൽ അങ്ങനെയുള്ള ഒരു വീടല്ല, അതിനേക്കാളും കൂടുതൽ ആഴത്തിലുണ്ടായിരുന്ന സ്ഥലമാണ്. അത് പിന്നീട് കാലക്രമത്തിൽ ഉയർന്നു വന്ന് പൊങ്ങിയതാണ്. അപ്പൊ ഇതിന്റെ അടിയുണ്ട്, അതാണ് സ്ഥലം. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ ബാബുസലാമിൽ നിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കിയാൽ കാണുന്ന ഒരു ഒറ്റക്കുള്ള ആദ്യം കിട്ടുന്ന വിളക്കുകാലുണ്ട്. ആ വിളക്കുകാലിന്റെ അടുത്താണ് ഏകദേശം ഈ പറയുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട് നിലകൊള്ളുന്നത്. അപ്പൊ ഇത് കാണുക സ്ഥലം ഇന്നതാണെന്ന് മനസ്സിലാക്കാന്ന് മാത്രം. മറ്റൊന്ന് ദാറുൽ അർഖമാണ്. അതിന്റെ ചരിത്രം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബൂവത്തിന്റെ ശേഷം പരസ്യമായി പ്രബോധനം നടത്താനുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതുവരെ സ്വകാര്യമായി ദീനീ പ്രബോധനം നടത്തി അതിന് ഒളിസങ്കേതമായി ഉപയോഗിച്ചിരുന്ന ബഹുമാനപ്പെട്ട അർഖം റളിയല്ലാഹു തആല എന്ന സഹാബി മഹാനവറുകളുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യമായി ഈ പ്രബോധന പ്രവർത്തനം നടത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സമൂഹത്തിലെ വലിയ വ്യക്തിത്വങ്ങളും സമൂഹം ആദരിക്കുന്നവരുമായ ചില ആളുകൾ, സഹാബാക്രമങ്ങൾ, വ്യക്തിബന്ധത്തിന്റെ പേരിൽ പലരും സ്വകാര്യമായി ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും അവരെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ദീനീ പ്രബോധനം നടത്താൻ ഉപയോഗിച്ചിരുന്ന വീടാണ് അർഖം റളിയല്ലാഹു തആല വീട്. അതുകൊണ്ട് ചരിത്രത്തിൽ അതറിയപ്പെടുന്ന ദാറുൽ അർഖം എന്നാ. അർഖമിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരന്റെ പേരിലേക്ക് ചേർത്ത് പറയുന്നു മാത്രം. അത് പിന്നീട് ഹാറൂൻ റഷീദിന്റെ പത്നിമാരിൽപ്പെട്ട ഹൈസുറാൻ എന്ന മഹദി ഹജ്ജിന് വന്ന സമയത്ത് ഇത് സ്ഥലം വിലക്ക് വാങ്ങി അതൊരു പള്ളിയാക്കി നിർമ്മിച്ചിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് അത് അറിയപ്പെടുക ദാറുൽ ഹൈസുറാൻ എന്ന പേരിലാണ്. പക്ഷേ ഇന്നത് പള്ളിയിൽ പെട്ടുപോയി, മസ്ജിദുൽ ഹറാമിൽ പെട്ടുപോയി. കാരണം എന്താ, ഇന്നത്തെ മത്താഫ് തന്നെ അന്ന് വീടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് സഫയുടെ താഴ്വരയിൽ സഫ മർവയ്ക്കിടയിൽ സൈ ചെയ്യുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പായി ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ ദാറുൽ അർഖം എന്ന് പറയുന്നത്. അത് മസ്ജിദുൽ ഹറാമിന്റെ വികസന ആവശ്യത്തിന് വേണ്ടി പൊളിച്ചു പോവുകയും അത് പള്ളിയിൽ ഉൾപ്പെടുകയും മസ്ജിദുൽ ഹറാമിൽ ഉൾപ്പെടുകയും ചെയ്തു. എങ്കിലും ചരിത്രബോധമുള്ളവരാണെങ്കിൽ ചെറിയൊരു അടയാളപ്പെടുത്തിയിട്ട് ആ സ്ഥലമാണ് അർഖം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടെന്ന പേരിൽ അറിയപ്പെടുന്ന 3 വർഷത്തോളം ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനീ പ്രബോധനം ആദ്യകാലത്ത് നടത്തിയിരുന്ന പുണ്യസ്ഥലം ഇതാണ് എന്നൊരു അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ എന്തായാലും നന്നായിരുന്നു. പള്ളിയുടെ ഉള്ളിൽ പെട്ടാൽ പോലും ആ സ്ഥലം മനസ്സിലാക്കാമായിരുന്ന ഒരു ചരിത്ര സ്മാരകം എന്നുള്ള എനിക്ക് അതുണ്ടായിട്ടില്ല. ഏതായാലും നമ്മൾ ഇവിടുന്ന് സംസം കിണറ്റിന്റെ ആ ഭാഗത്തിലൂടെ പോയി സഫയിൽ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്ത് മസ്ജിദുൽ ഹറാമിൽപ്പെട്ട സ്ഥലമാണ്. കൃത്യമായി കാണാൻ അടയാളമില്ലാത്തതുകൊണ്ട് എവിടെയെന്ന് കാണിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് പിന്നെ പറയാം, ومنها الغار الذي بجبل حراء كان النبي صلى الله عليه وسلم يتعبد فيه. കണ്ടോ, ജബൽ നൂർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന ജബൽ ഹിറ പർവ്വതം. ഈ ഹിറ പർവ്വതം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബൂവത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ചരിത്രം പറഞ്ഞിരുന്നു, മക്കയുടെ ചരിത്രം പറഞ്ഞപ്പോൾ മക്കയിലുള്ള പ്രമുഖ ഗോത്രങ്ങൾ, പ്രത്യേകിച്ച് ബനൂ ഹാഷിം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖ നേതാക്കന്മാര്, അബ്ദുൽ മുത്തലിബിനെ പോലെ ഹാഷിമിനെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാർ റമളാൻ മാസമായാൽ ഈ പർവ്വതത്തിന്റെ മുകളിലുള്ള ആ ഗുഹയിൽ പോയി ഇരിക്കുകയും ധ്യാനനിരതരായി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയും ഇതറിയുന്ന മക്കയിലും പരിസരത്തുമുള്ള ഫക്കീറന്മാരും മിസ്കീന്മാരുമായ പാവങ്ങൾ ആ ദിനരാത്രങ്ങളിൽ അവരെ സന്ദർശിക്കാൻ ചെല്ലുകയും അവിടെ വെച്ച് അവർ ധാരാളം പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക പതിവുണ്ടായിരുന്നു. ഈ പതിവ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആവർത്തിക്കാറുണ്ടായിരുന്നു.
അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായ സന്ദർഭത്തിൽ ഇതേ രീതിയിൽ റമദാനിൽ അവിടെ ധ്യാനനിരതനായി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ ഖളാ കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റയിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആനിന്റെ ആദ്യ ഭാഗം ഇറങ്ങിയ സ്ഥലവും അവിടെ അതിന് താഴെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗമൂമുമായിക്കൊണ്ട് നിസ്കരിച്ചതും അവിടെയാണ്. ഇതിന്റെ പ്രാധാന്യം പറയേണ്ടതില്ല. സമീപകാലത്ത് കെട്ടിടങ്ങളൊക്കെ വളരെ ഉയർന്നു വന്നതുകൊണ്ട് ഇന്ന് ആ ജബൽ നൂറിന്റെ ഗുഹയിൽ ഇരുന്നാൽ നമുക്ക് കൃത്യമായി കഅബ കാണാൻ സാധ്യമല്ല. അതേസമയത്ത് അടുത്ത കാലം വരെ, ഉദാഹരണം പറഞ്ഞാൽ 79 അന്ന് ഇത്രയൊന്നും തിരക്കില്ല, ഇത്രയൊന്നും വികസനവും വന്നിട്ടില്ല. 79 അന്ന് അവിടെ ചെന്ന് ഇരുന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കൃത്യമായി കഅബ ഷരീഫ് അവിടുന്ന് കാണുമായിരുന്നു. അപ്പൊ മസ്ജിദുൽ ഹറാമിന്റെ കെട്ടിടം പൊന്തുന്നതിന് മുമ്പ് ആണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പാപ്പന്മാരും ഒക്കെ അന്ന് കൃത്യമായും ജബൽ നൂറിലെ ഗുഹയിൽ ഇരുന്നാൽ കഅബ ഷരീഫ് നേരെ ദൃഷ്ടിയിൽപ്പെടും. അപ്പൊ ആ കഅബയെ അഭിമുഖമായി ഇരുന്ന് അല്ലാഹുവിനെ സംബന്ധിച്ചും അവന്റെ മഖ്ലൂഖാത്തിനെ സംബന്ധിച്ചും ചിന്തിച്ചുകൊണ്ടുള്ള ഫിക്ർ എന്നീ ഇബാദത്തുകളിൽ മുഴുകിയിരുന്ന പുണ്യസ്ഥലമാണ് ഹിറാ പർവ്വതത്തിന്റെ ഗുഹ. ഖുർആൻ ഇറങ്ങി ലോകത്തിന്റെ ഹിദായത്തിന്റെയും ഈമാനിന്റെയും തൗഹീദിന്റെയും വെള്ളി വെളിച്ചം അവിടെ നിന്നാണ് ഈ ലോകത്ത് പ്രകാശിതമായത് എന്നതുകൊണ്ടായിരിക്കാം പിൽക്കാലത്ത് ആ പർവ്വതത്തിന് വന്ന പേരാണ് ജബൽ നൂർ. ഇവിടെ സന്ദർശിക്കൽ സുന്നത്താണെന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഇന്ന് അവിടെയാണ് ചെന്ന വലിയ ബോർഡ് ഉറുദുവിലും ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെക്കുക. അത് വനാസിക്കിന്റെ ഭാഗമൊന്നുമല്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇവിടെ വരണ്ട, കാണണ്ട, വിദഗ്ധാണ്. ആ എഴുതിയ മഷിയുടെയോ ആ പലകയുടെയോ വില പോലും മുസ്ലിം സമുദായം അതിനെ കൽപ്പിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീനിനെ കരിവാരി എറിയുന്ന ഒരു വിഭാഗം എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അത് ഹജ്ജിന്റെ ഭാഗമല്ല, ആണെന്ന് നമ്മളാരും പറഞ്ഞിട്ടുമില്ല. ഉലമാക്കൾ ആരും ഹജ്ജിന്റെ മനാസിക്കിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ തിരുത്തി കൊടുക്കുക, മക്കളെ ഇത് ഹജ്ജിന്റെ ഭാഗമല്ല, മറിച്ച് ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുർആനിന്റെയും പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെയും ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. അത് സന്ദർശിക്കൽ ഖുർആൻ ഷരീഫ് നിർദ്ദേശിച്ച കാര്യമാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഖുർആൻ നിർദ്ദേശിച്ചതിന്റെ ഭാഗമാണ്. ആ നിലക്ക് അത് സൗകര്യപ്പെടുന്നവരൊക്കെ സന്ദർശിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കിപ്പോ 30 വയസ്സുള്ള 35 വയസ്സുള്ള ചെറുപ്പക്കാർ വരെ ഇന്നാണെങ്കിൽ വളരെ സൗകര്യം ചെയ്ത് ഏകദേശം ജബൽ നൂറിന്റെ പകുതി വരെ വളരെ സൗകര്യപ്രദമായി മുകളിൽ കയറിയെത്താൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും 10, 25, 30, 35 വയസ്സുള്ള നല്ല യുവാക്കൾ പോലും ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ കയറിയെത്തുമ്പോഴേക്ക് ക്ഷീണിച്ചു പോകണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുമ്പോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹക്ക് 55 വയസ്സായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, 55 വയസ്സ് പ്രായമായി എന്ന് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായി 6 സന്താനങ്ങളെ പ്രസവിക്കുകയും അതിന്റെ മുമ്പ് 3 അതല്ലെങ്കിൽ 4 മക്കളെ പ്രസവിക്കുകയും ചെയ്ത 10 തെറ്റ 55 വയസ്സ് കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ വരെ പോകും. അവിടെ വരെ വണ്ടിക്കല്ല പോകുന്നത്, നടന്ന്. അത് ചിലപ്പോൾ രാത്രി വരും, ചിലപ്പോൾ പകൽ വരുന്ന. അപ്പൊ അവരുടെയൊക്കെ ഹിമ്മത്ത്, മനക്കരുത്ത് നമ്മൾ ചിന്തിക്കണം. 3 മൈൽ ഏകദേശം 4-4.5 കിലോമീറ്റർ ദൂരം വരുന്ന വഴി താണ്ടി ഇന്നത്തേക്ക് അന്ന് ടണലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ചുറ്റിക്കറങ്ങി മല കയറി ഇറങ്ങി വരണം. അങ്ങനെ ജബൽ നൂറിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ 55 വയസ്സായ മഹദിയായിരിക്കും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വരും.
ചിലപ്പോൾ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണും. വരുന്ന വഴിക്കായിരിക്കും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ അവർ ഒരുമിച്ച് കൂടുകയും ചെയ്തിരുന്ന പുണ്യസ്ഥലമാണ്. മുഅല്ല വിട്ട്, അതായത് ഖബർസ്ഥാൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ജബൽ നൂറിലേക്ക് പോകുന്ന വഴിയിൽ അന്വേഷിച്ചാൽ അറിയുന്നവർക്ക് മനസ്സിലാവും, മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്, ചരിത്ര സ്മാരകം. ദുആക്ക് ഇജാബത്തോട് വളരെ പുണ്യമായ സ്ഥലമാണ്. ഈ മസ്ജിദുൽ ഇജാബ ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയും സംഗമിക്കുന്ന സ്ഥലമായിരുന്നു. തങ്ങൾ ഇങ്ങോട്ട് വരുന്നു, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അങ്ങോട്ട് പോകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി സംഗമിച്ച സ്ഥലമാണ്. അങ്ങനെ അവരവിടെ രാത്രി പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ചരിത്ര സ്മാരകമായി പിന്നീട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഇജാബ. അപ്പൊ അത് സന്ദർശിക്കാൻ മക്കയിൽ താമസിക്കുന്ന സമയത്ത് ഈ ജബലുൻ നൂർ അഥവാ ഹിറാ പർവ്വതത്തിന്റെ ഗുഹ സന്ദർശിക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും അവിടെ നിൽക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്ത ആ പുണ്യസ്ഥലത്തിന്റെ ബറക്കത്തിന് വേണ്ടി തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഹറമാണല്ലോ ഏത് സമയത്തും നിസ്കരിക്കുക, 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുക. പക്ഷെ ഇപ്പോ ഹജ്ജ് സീസൺ ആകുമ്പോൾ വളരെ തിരക്കുണ്ടാവും. അത് ശ്രദ്ധിച്ച് സൗകര്യം പോലെ അത് പുണ്യമുള്ള സ്ഥലമാണ്. നമ്മൾ വയസ്സായ ആളും നമുക്ക് മടിയുണ്ടെങ്കിലും പാകിസ്ഥാനികളും വടക്കേ ഇന്ത്യക്കാരും മറ്റുമൊക്കെ ആയ 80, 85, 90 വയസ്സായ വൃദ്ധകളായ ഉമ്മമാര് വരെ അവരുടെ മനസ്സിലെ ഹിമ്മത്തും ഈമാനിന്റെ ദാർഢ്യവുമാണെന്ന് മനസ്സിലാക്കണം. ആ മല കേറി ചെന്ന് കണ്ട് അവിടെ വെച്ച് ദീർഘമായി പ്രാർത്ഥിച്ചിട്ടേ അവർ പോരൂ. അത് ഇല്ലാതെ പോകുന്നത് അവരുടെ ഹജ്ജിന്റെ പൂർത്തീകരണത്തിന് ഭംഗം വരുമോ എന്ന് വിശ്വസിക്കുന്നത് പോലെ അത്രയും വാശിയാണ് അവർക്ക്. നമ്മളാളുകൾ അതിനൊന്നും നിൽക്കാറില്ല. നമുക്ക് എന്തെങ്കിലും കേട്ടാൽ മതിയല്ലോ, നമ്മളാൾക്കാരാണെങ്കിൽ അധികം അഭിജത്താണ്, ശിർക്കാണ്, മറ്റാണ്. നമുക്ക് ആ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ അതിന്റെ പുണ്യം നമ്മളെ മനസ്സിൽ പോയിന്. എന്നാ കുറെ ആളുകൾ കാണാൻ പറഞ്ഞിട്ട് പോയി താഴത്ത് പോയി നിൽക്കതാ ആ കാണുന്ന വലയാണ് എന്ന് പറഞ്ഞ് പോവുകയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്തിനാണെന്നറിയോ, ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയ പത്നിയായിരിക്കും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഒക്കെ ചെയ്ത സേവനത്തിന്റെ വലിപ്പം കാണാൻ, അവരൊക്കെ ചെയ്ത ത്യാഗങ്ങളുടെ ഗാംഭീര്യം മനസ്സിലാക്കാൻ ഒന്ന് അനുഭവിച്ചു നോക്കിക്കൂടെ? ഈ സൗകര്യമൊക്കെ ചെയ്തിട്ട് ഒന്ന് കയറിപ്പോയി കണ്ട് പടച്ചോനെ ആ ഹബീബിന്റെ ബർക്കത്തുകൊണ്ട്, ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ബർക്കത്തുകൊണ്ട്, അവരുടെ ഹക്കുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഈമാൻ സലാമത്താക്കി അവസാനം നന്നാക്കി തരണേന്ന് ആ സ്ഥലത്ത് വെച്ചൊന്ന് ദ്വാ നബിതങ്ങളെ ചവിട്ടേറ്റ മണ്ണല്ലേ അത്. അതുപോലെ തന്നെ ഈ പള്ളി മസ്ജിദുൽ ഇജാബ, അത് പറഞ്ഞേക്കും മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് പുറപ്പെട്ടു ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന ഖബർസ്ഥാൻ കഴിഞ്ഞ് കുറെ കൂടി അങ്ങോട്ട് ചെന്നാൽ നേരെ റൂട്ടിൽ നിന്നിട്ട് അല്പം തെറ്റാനുണ്ട്. നടന്നു പോകാൻ പറ്റുന്നതേ ഉള്ളൂ അറിയുന്നവർക്ക്. അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളെ കൂട്ടിയാൽ വണ്ടിയിൽ പോയാൽ മസ്ജിദുൽ ഇജാബ കാണാൻ കഴിയും. ഇന്നും നല്ല പള്ളിയാണ്. അവിടെ നിന്ന് തഹിയ്യത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയും ഒക്കെ സംഭവബഹുലമായ ജീവിതത്തിന്റെ വേട് തുറന്നു വെക്കുക എന്നൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്തെന്തെല്ലാം സന്ദേശമാണ് അവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഇത് മറ്റൊരു സന്ദർശന കേന്ദ്രമാണ്. ഇനി തൊട്ടിപ്പുറത്ത് ജന്നത്തുൽ മുഅല്ലയുടെ നേരെ തൊട്ട് വലതു ഭാഗത്തായിട്ട് റോട്ടിൽ തന്നെ നമ്മൾ ഖബർസ്ഥാനിലേക്കാണ് കടക്കാൻ പോകുന്നതിന്റെ അടുത്ത് 2 പള്ളിയാണ്. 2 പള്ളി, മസ്ജിദുൽ ജിന്ന് എന്ന പേരിലും മസ്ജിദുൽ റായത്ത് എന്ന പേരിലും 2 പള്ളികളുണ്ട്. രണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അഭേദ്യമായി ബന്ധമുള്ള ചരിത്ര സ്മാരകങ്ങളാണ്. നമ്മൾ പലപ്പോഴും ജന്നത്തുൽ മുഅല്ല സന്ദർശിക്കാൻ പോയെന്നിരിക്കും. അപ്പൊ അതിന്റെ തൊട്ട് ചാരി നിൽക്കുന്ന ഈ പള്ളിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്നത് ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വളരെ ദുഃഖിതനായി, നുബുവത്തിന്റെ 11ാം വർഷമാണല്ലോ അത്, വളരെ ദുഃഖിതനായി ത്വായിഫുകാർ കല്ലെറിഞ്ഞ് പരിഹസിച്ച് അവര് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ അവഹേളിച്ചു വിട്ടപ്പോ വളരെ ദുഃഖിതനായി തിരിച്ചു വരുന്നു. കൂടെ അവിടുത്തെ പോറ്റുമകനായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല മാത്രമാണ് കൂടി ഉണ്ടായിരുന്നത്. ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അന്ന് സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാലാണ്. പിന്നീട് ഖുർആൻ അങ്ങനെ പറഞ്ഞുകൂടാ, സ്വന്തം പിതാവിലേക്ക് ചേർത്ത് വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് സയ്യിദ് ഇബ്നു ഹാരിസ എന്ന് വിളിക്കാൻ തുടങ്ങിയത്.
അങ്ങനെ സെയ്ദ് റളിയല്ലാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ഓടുമ്പോൾ തായിഫിൽ നിന്ന് വന്ന് താഴ്വരയിൽ എത്തുമ്പോഴുള്ള ബത്ൻ നഖ്ല എന്ന പ്രദേശം, ഈ ബത്ൻ നഖ്ലയിൽ എത്തിയപ്പോൾ സുബഹിയായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇമാമും മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല മൗമൂമായിട്ട് ബത്ൻ നഖ്ലയിൽ വെച്ചിട്ട് സുബഹിസ്കരിക്കുക. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ജിന്നുകൾ, നസീബൈൻ എന്ന് പറയാവുന്ന പ്രദേശത്തുള്ള ജിന്നുകൾ ഒരു സംഘം അതിനെ സന്ദർശിക്കുന്നു. അങ്ങനെ ഒരു ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ എന്തായിരുന്നു കേൾക്കാമെന്നും അങ്ങനെ ഖുർആൻ ഓതി കഴിയുന്നത് വരെ അവർ കേട്ടിരുന്നു. അപ്പോൾ തന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, അവരുടെ നാട്ടിൽ ചെന്നു. യാ ഖൗമനാ ഇന്നാ സമീഅനാ ഖുർആനൻ യഹ്ദീ ഇലാ റുശ്ദ്, യാ ഖൗമനാ ഇന്നാ സമീഅനാ ഖുർആനൻ ഉൻസില മിൻ ബഅദി മൂസ. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഖുർആൻ ഈ ലോകത്തിറങ്ങിയ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ട് ജനങ്ങൾ, ആ ജിന്നുകളുടെ ഇടയിൽ ഈ നസീബയിൽ നിന്നുള്ള ഈ ജിന്നുകൾ നിബിതങ്ങളുടെ ഓത്ത് കേട്ട് വിശ്വസിച്ചു പോയ അവർ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും വളരെയേറെ ജിന്നുകൾ പരിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ പ്രതിനിധികൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു, നബിയെ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമം സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും പലരും ഇസ്ലാമം സ്വീകരിക്കാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഒരു നിശ്ചിത രാത്രി ഞങ്ങൾക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ അവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടാം. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ദീനിയായ കാര്യങ്ങളൊക്കെ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദിവസം നിശ്ചയിച്ചു കൊടുത്തു. രാത്രി വരാൻ പറഞ്ഞ സ്ഥലമാണ് ഈ മസ്ജിദുൽ ജിന്നിൽ നിൽക്കുന്ന സ്ഥലം. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടി രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നു. കുറെ ഇപ്പുറം എത്തിയപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലുകൊണ്ട് ഒരു വൃത്തം വരച്ചു, മണ്ണിൽ ഒരു വൃത്തം വരച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നീ ഈ വൃത്തത്തിനുള്ളിൽ ഇരിക്കണം, പുറമേ നിന്ന് എന്ത് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായാലും നീ ഇതിന് പുറത്തു പോകരുത്, ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ ഇതിനകത്തിരുന്ന് കൊള്ളണം എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ വൃത്തത്തിനുള്ളിൽ ഇരുത്തി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അങ്ങനെ അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, സംഘങ്ങളായി പല തരത്തിലുള്ള, പല രൂപത്തിലുള്ള, പല രീതിയിലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് അവിടെ ഒരു ജനസമൂഹം തന്നെയായി. അദ്ദേഹം അങ്ങോട്ട് പോകുന്നില്ല, നേരെ ഈ വൃത്തത്തിനുള്ളിൽ ഇരിക്കുക. അങ്ങനെ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നിനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു ശബ്ദകോലാഹലം, ഒരു ബഹളം കേട്ടു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭയമായി. ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആരും പോയില്ലല്ലോ, എന്താണ് ബഹളം കേൾക്കുന്നതോ, കുഴപ്പം നടക്കുന്നോ, നൃത്തങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചു പോവുമോ എന്ന വെപ്രാളത്തിൽ ഈ വൃത്തത്തിനുള്ളിൽ പുറത്തു പോകാൻ വേണ്ടി എഴുന്നേറ്റ്. പക്ഷേ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ വരുന്നത് വരെ ഈ വൃത്തത്തിന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ക്ഷമിച്ച് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഏതാണ്ട് ഫജ്റോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ചോദിച്ചു എന്ത് കണ്ടു. അപ്പൊ പറഞ്ഞു, നബിയെ, പല സംഘങ്ങളും വരുന്നതൊക്കെ ഞാൻ കണ്ടു, അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു വല്ലാത്ത ബഹളം കേട്ടപ്പോ എനിക്ക് ഭയമായി, തങ്ങൾക്ക് വല്ലത് വിഷമങ്ങളും എത്തിപ്പോയോ എന്ന് ഞാൻ ഭയന്ന് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ വേണ്ടി പറഞ്ഞ് എഴുന്നേറ്റു. പക്ഷെ അപ്പൊ തങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ വരുന്നത് വരെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാണ്, അത് രണ്ട് സംഘം ജിന്നുകൾ, അതിൽ മുസ്ലിമോ അല്ലാത്തവരുണ്ട്, രണ്ട് സംഘം ജിന്നുകൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, അവർ തമ്മിൽ നടന്ന ബഹളമാണ്. പക്ഷെ നീ ഇത് ശബ്ദം കേട്ടിട്ടെങ്ങാനും ഈ വൃത്തത്തിന്റെ പുറത്തു നിന്നിരുന്നെങ്കിൽ പല വിഭാഗം ജിന്നുകളും ഉണ്ടായിരുന്നു, അവർ നിന്നെ തട്ടിക്കൊണ്ടുപോയാനേ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സംഭവം നടന്ന ഒരു രാത്രി പ്രഭാതം വരെ ജിന്നുകൾക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തി അവരെ ഉത്ബുദ്ധരാക്കി അവർക്ക് വേണ്ടതൊക്കെ നൽകിവിട്ട ആ ചരിത്ര സ്മാരകമാണ് മസ്ജിദുൽ ജിൻ എന്ന പേരിൽ ഇന്നും നിലവിലുണ്ട്. അതേ പേരിൽ തന്നെ മസ്ജിദുൽ ജിൻ എന്നാണ്. അത് നേരെ ജന്നത്തുൽ മഅലയുടെ തൊട്ട് വലതു ഭാഗത്തായിട്ട് കാണാൻ കഴിയും. അതിന് തൊട്ടടുത്തൊക്കെ വീടുകളും കെട്ടിടങ്ങളും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയതും ഖുർആൻ ഓതിക്കൊടുത്തതും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പുണ്യമായതുമായ സ്ഥലമാണ്. ആ സ്മാരകമാണത്. സാധിക്കുന്നവർ അവിടെ പോവുക, ഒരു 2 റക്അത്ത് തഹിയ്യത്തെങ്കിലും നിസ്കരിച്ചൊന്ന് ദുആ ചെയ്യുക. ഹബീബിന്റെ സാന്നിധ്യമുണ്ടായ സ്ഥലമായതുകൊണ്ട് എന്തായാലും ബർക്കത്തുണ്ടാവും. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായി കാണുന്ന മസ്ജിദുർ റായ, മക്ക ഫതഹിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിന് സാമ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സഹാബാ കിറാമുകളും വരുന്നു. മക്കയിലെത്തുന്നതിന് മുമ്പ് സൈന്യത്തെ രണ്ടായി പകുത്ത് ഒരു ഭാഗം സൈന്യത്തിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഖാലിദ് വലീദ് റളിയല്ലാഹു തആല അൻഹുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അവര് മക്കയുടെ താഴ്ഭാഗത്തിലൂടെ മക്കയിൽ പ്രവേശിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബാക്കി സൈന്യവും മക്കയുടെ മേൽഭാഗത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്തു. ഈ മേൽഭാഗത്തിലൂടെ പ്രവേശിക്കുന്നവർ എത്തുന്ന സ്ഥലമാണ് മുഅല്ല. അങ്ങനെ മുഅല്ലയുടെ തൊട്ടടുത്ത് എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയത്തിന്റെ വിജയ പതാക നാട്ടുകയും ഹബീബ് സല്ലല്ലാഹു അവിടെയാവുന്നു. അപ്പൊ സഹാബത്ത് പലരും ചോദിച്ചു, അല്ല ഹബീബ് നബിയെ, തങ്ങളുടെ വീടില്ലേ, ഇവിടെ തമ്പ് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പം നമ്മളെ വീട് ഒക്കയിൽ വെക്കിവെച്ചണോ, അതൊക്കെ ഇല്ലാണ്ടാക്കിയില്ലേ, അയാൾ കയ്യേറിപ്പോയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തായാലും വീട്ടിലൊന്നും പോകാതെ ഇവിടെ തമ്പടിക്കുകയും അവിടെ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ പോയി ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുകയും അതിനെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം തിരിച്ചു പോകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്ക മക്ക വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടിയ സ്ഥലമാണ് റായത്ത് എന്ന് പറഞ്ഞാൽ പതാക തന്നെ. ഈ പതാക നാട്ടിയ അവിടുന്ന് തമ്പടിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുർ റായ. ഇതും ഒരു ചരിത്ര സ്മാരകമാണ്. പള്ളിയായതുകൊണ്ട് തന്നെ 2 റക്അത്ത് നിസ്കരിച്ചാൽ വളരെ നല്ലതാണ്. ഹറമാണല്ലോ, ഹറമിലെ പള്ളിയാണല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ മക്കം വിജയത്തിന്റെ വിജയക്കൊടി കാട്ടിയ സ്ഥലം എന്ന നിലയ്ക്ക് മസ്ജിദുർ റായ ഇതൊക്കെ നിലവിലുള്ളതാണ്, പൊളിച്ചു കളയാതെ നിലവിലുള്ള പള്ളികളാണ്. പിന്നെ അതിന്റെ തൊട്ട് ഭാഗത്ത് കിടക്കുന്ന മസ്ജിദ് ജന്നത്തുൽ മുഅല്ല എന്ന് നമ്മൾ പറയുന്ന മദീനത്തെ മുഅല്ല എന്ന ഖബർസ്ഥാൻ, എത്ര വലിയ മഹത്തായ സ്ഥലമാണത്. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അവരുടെ സാന്നിധ്യം മാത്രം മതി ആ ഖബർസ്ഥാനിന്റെ പതാക വാഹക അവർ തന്നെ. അതിൽ വലിയൊരാൾ പിന്നെ അവിടെ വന്നിട്ടില്ല. 15 അതല്ലെങ്കിൽ 23 സഹാബത്ത് അവിടെ മറവട്ടി കിടക്കുന്നുണ്ട് എന്നാണ് പ്രസിദ്ധമായ ചരിത്രം. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജ്യേഷ്ഠത്തിയായ ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയും ആയ ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ, അതിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രന്മാരായ ഖാസിം റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു, ഈ 2 ആൺമക്കളും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇന്നും പ്രത്യേകം കാണാനാവും. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യാനും നിന്നുകൊണ്ട് അവിടെ നമുക്ക് സൗകര്യപ്രദമായ നിലക്ക് തണലിന് വേണ്ടി മുകളിൽ തണലുണ്ടാക്കി താഴെ വളരെ വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഒരു സലാം പറയാതെ ഒരു മുഅ്മിനായ മനുഷ്യന് എങ്ങനെ പോകാനാകും? ഇസ്ലാമിന്റെ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് ഇറങ്ങി തന്നിലർപ്പിതമായ ഭാരമേറിയ ഉത്തരവാദിത്വം താൻ തനിക്ക് തനിച്ചെങ്ങനെ നിർവഹിക്കും? ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ താൻ പരാജയപ്പെടുമോ എന്ന ഭീതി കാരണം പേടിച്ച് വിറച്ച് പനി പിടിച്ചു വന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മാതാവ്, വാത്സല്യനിധിയായ ഒരു മാതാവ് സ്വന്തം പുത്രനെ സമാധാനിപ്പിക്കുന്നത് പോലെ മടിയിലേക്ക് തലവെച്ച് തലോട് സമാധാനിപ്പിച്ച് കല്ലാ ലാ യഹ്സികല്ലാഹു അബദാ, ഒരിക്കലും ഹബീബായ നബിയെ തങ്ങൾക്ക് അല്ലാഹു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ അങ്ങേ അവിടെ നിന്ന് കൈവിടിയില്ല, അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായവും നിരന്തരം തങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞ് ഒന്നാമതായി പരിശുദ്ധ ദീനീ ദഅവത്തിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല കിടക്കുന്ന ഭൂമിയല്ലേ വല്ലാത്തൊരു വിശ്വാസിയുടെ കൽബ് ഇതിലേറെ മതിക്കുന്ന ചരിത്രവുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലമേ ലോകത്തുള്ളൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രം. അത് കഴിഞ്ഞാൽ ഒരു കാര്യം എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഹബീബിന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ യമാനി എഴുതിയ ഒരു കിതാബുണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ചരിത്രം.
അതിന്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിൽ ഈമാനുള്ളവരുടെ രക്തം തിളക്കും. സയ്യിദത്തുൻ ഫീ ഖൽബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് അതിന്റെ പേര് തന്നെ കൊടുത്തത്. ആ കിതാബിന്റെ തന്നെ പേര് സയ്യിദത്തുൻ ഫീ ഖൽബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു വനിത. എന്തൊരു പേരാണത്! ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ടും ജീവിക്കുന്ന സമയത്തും അവിടുത്തെ വഫാത്ത് വരെയും ഇത്രയേറെ സ്നേഹിച്ച, ഇത്രയേറെ സ്ഥാനം കൊടുത്ത, ആ കൽബിൽ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യ സൃഷ്ടി വേറെയില്ല. ഇത്രയും സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഏറ്റവും അക്രമു തുറക്കി ഖദീജ റളിയല്ലാഹു തആല അൻഹ മഹബ്ബത്തുൽ കല. കാരണം ഖദീജ റളിയല്ലാഹു തആല അൻഹ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കുന്ന വസീലയാണ്, നബിയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വസീല. കാരണം നബി തങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ വഫാത്ത് വരെയും സജീവമായി നിന്ന ഏറ്റവും മഹബ്ബത്തുടെ ഉടമയായ വ്യക്തിത്വം ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ. അവരെ നമ്മൾ മഹബ്ബത്ത് വെച്ച് അവരിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുമ്പോൾ അത് ആ ഹബീബ് മുഖേന ഹബീബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും അക്രമത്തുർക്കായി മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ അവിടെ ഒന്ന് പോയി സലാം പറയാതെ അവിടത്തേക്ക് നമ്മുടെ വഴി എന്തെങ്കിലും ഒരു സ്വാലിഹ് അമൽ ഹദിയ ചെയ്യാതെ പോവുക എന്ന് പറയുന്നത് ഒരു ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ച് ഭൂഷണമല്ല. അപ്പൊ അവിടെ ചെല്ലണം, സൗകര്യങ്ങളുണ്ട്, സലാം പറയുക, സിയാറത്ത് ചെയ്യുക. പിന്നെ അവിടെ മറവിട്ട് കിടക്കുന്ന ഒരുപാട് മഹത്തുക്കളുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ വലിയ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ മഹാനായ നേതാവും സൂഫി വര്യനും അതുപോലെ തന്നെ വലിയ ആദരണീയനുമായിരുന്ന മഹാനായ ബാഫഖി തങ്ങൾ നബറല്ലാഹു മർഖദഹു തങ്ങൾ ഉൾപ്പെടെ, അതുപോലെ സമീപകാലത്ത് മരണപ്പെട്ടുപോയ നമ്മുടെയൊക്കെ ഗുരുനാഥനും ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുടങ്ങി പൂർവികരും സമകാലികരുമായിരുന്ന ലക്ഷക്കണക്കായ ഔലിയാക്കൾ, ഉലമാക്കൾ, സാദാത്യങ്ങൾ, സഹാബാക്കിറാമുകളൊക്കെ അന്വേഷണം കൊള്ളുന്ന സ്ഥലമാണ്. അവിടെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യാതെ മക്കയിൽ വന്നു പോകുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് എങ്ങനെ തിരിച്ചു പോകും? പിന്നെ സൗകര്യപ്പെടുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. മക്കയിൽ നിന്നിട്ട് മദീന റൂട്ടിൽ നവാരിയ എന്നാണ് ഇപ്പോൾ ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. തന്നേന്ന് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പോയാൽ മക്ക മദീന ഹത്തുസരിയ ഈ ഹൈവേ റൂട്ടിൽ ഇവിടുന്ന് മദീനയിലേക്ക് പോകുമ്പം ഇടതുവശത്ത്, തിരിച്ചു വരുന്ന വഴിയാണെങ്കിൽ വലതുവശത്തായി റോട്ടിലെ സൈഡിൽ തന്നെ ഇന്നും മേൽപ്പരയില്ലെങ്കിലും കെട്ടിടം നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ബീവി മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ അന്ത്യവിശ്രമ സ്ഥലം. പക്ഷേ സീസൺ ടൈമിലാകുമ്പോ അവിടെ മുത്തവന്മാരുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. മുമ്പില്ലായിരുന്നു. ഇപ്പൊ ആളുകൾ, കുറച്ചൊക്കെ വിവരമുള്ള ആളുകൾ അവിടെ ചെന്ന്, കാരണം റോഡ് വണ്ടി സൈഡാക്കാനും ആളുകൾക്ക് ഇറങ്ങി സിയാറത്ത് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പക്ഷെ ഇത് കാണുമ്പോ ഇവർക്ക് സുഖം വരുമല്ലോ. അതുകൊണ്ട് അവരിന്നത് അവിടെ വണ്ടി നിർത്താനും ഇറങ്ങാനും ഒന്നും സമ്മതിക്കുന്നില്ല ഈ സീസൺ ടൈമിൽ. സീസൺ അല്ലാത്ത സമയത്ത് പോയി സിയാറത്ത് ചെയ്യുകയൊക്കെ ചെയ്യുക. മൈമൂന ബീവി അത് പറഞ്ഞേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതവുമായി വളരെ പ്രധാനമായി ബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 7-ാം വർഷം ഉംറത്തുൽ ഖളിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉംറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് വന്നല്ലോ. ആ സന്ദർഭത്തിലാണ് മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത്. മൈമൂന ബീവി നബി തങ്ങളുടെ ഇളാമയാവുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നി ഉമ്മുൽ ഫളൽ റളിയല്ലാഹു തആല അൻഹയുടെ അനിയത്തിയാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഇതിന് കാർമ്മികത്വം വഹിച്ചത്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിക്കാഹൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 ദിവസങ്ങളിലുള്ള മക്കത്ത് നിൽക്കാൻ കരാർ പ്രകാരം വ്യവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കയിലെ നേതാക്കന്മാരെ സമീപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു, ഞാൻ ഏതായാലും നിങ്ങളുടെ നാട്ടിൽ നിന്ന് മൈമൂന ബീവിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് വീട്ടിൽ കൂടണമെന്നും നിങ്ങൾക്ക് വിവാഹ സദ്യ നൽകണമെന്നും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ധിക്കാരികൾ എന്ന് പറഞ്ഞു, ഇവിടെ നിന്റെ സദ്യയും വേണ്ട, നിന്റെ കല്യാണവും ഞങ്ങൾക്ക് കാണണ്ട, അതുകൊണ്ട് 3-ാം ദിവസം പൂർത്തിയായാൽ ഉടനെ നാട് വിട്ടുകൊള്ളണം. അവന്റെ ധിക്കാരം നോക്കണം. പിന്നെ അല്ലാഹു അവർ ഹിദായത്തിന് കൊണ്ടുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, നിലവിൽ വന്ന കരാർ നമ്മുടെ ഭാഗത്തുനിന്ന് പൊളിക്കേണ്ട എന്നുള്ള എനിക്ക് തിരിച്ചു. പോരുന്ന വഴിയിൽ
എന്നാണ് അതിന് ചരിത്രം പേര് പറയുന്നത്. ഇന്ന് അതിന്റെ പേര് നവാരിയാണ്. അത് മനസ്സിലാക്കിക്കുക. തന്നീന്ന് കഴിഞ്ഞ് വീണ്ടും പോയാൽ നവാരിയ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണാണ്. ഈ ടൗണിന്റെ അങ്ങാടി കഴിഞ്ഞ് കുറച്ചുകൂടിയാണ് മുന്നോട്ട് പോയാൽ റോഡിന്റെ സൈഡിൽ തന്നെ ഈ സ്ഥലത്ത് നബിയും സഹാബത്തും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുകയും അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തമ്പ് നിർമ്മിക്കുകയും ആ തമ്പിൽ താമസിക്കുന്ന സമയത്താണ് അവിടെ വെച്ചാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മുൽ മുഅ്മിനീന ബീവി മൈമൂന റളിയല്ലാഹു തആലയും വീട് കൂടുന്നത്. അപ്പൊ ആദ്യ രാത്രി പങ്കിട്ട സ്ഥലമാണ് ആ സ്ഥലം. അത് കഴിഞ്ഞ് അവർ മദീനയിൽ പോവുകയും ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കൊല്ലങ്ങൾക്ക് ശേഷം ഒരിക്കൽ ബഹുമാനപ്പെട്ട മഹദി മൈമൂന റളിയല്ലാഹു തആല മക്കയിലേക്ക് ഉംറ ആവശ്യത്തിനോ മറ്റോ വന്ന് തിരിച്ചു പോകും. വഴിമധ്യേ ഈ പറയുന്ന സെൽഫയിൽ എത്തിയപ്പോൾ അവർ രോഗബാധിതയായി. രോഗബാധിതയാവുകയെന്ന് മാത്രമല്ല അവിടെ വെച്ച് തന്നെ അവർ മരണപ്പെടുകയും ചെയ്തു. അതേ സ്ഥലത്ത്. അതാണ് അത്ഭുതം. ചരിത്രത്തിന്റെ ഒരു അത്ഭുതം എന്ന നിലയ്ക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആദ്യ രാത്രി പങ്കിട്ട അതേ സ്ഥലത്തെത്തിയപ്പോൾ അവർ രോഗബാധിതയാവുകയും അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബാക്കളുണ്ട്, കുറെ മറ്റ് ആളുകളൊക്കെ. അവരൊക്കെ ഒരുമിച്ച് കൂടി എന്തു വേണം. അപ്പൊ പലരുടെ അഭിപ്രായം മഹമ്മിന്റെ തൊട്ടടുത്താണല്ലോ, മക്ക ഷരീഫിന്റെ തൊട്ടടുത്താണല്ലോ. അതുകൊണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയൊക്കെ മറവിട്ട് കിടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ദേശത്തിന്റെ മോനും റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ ചരിത്രം സ്മരിക്കുന്ന മഹാനുമായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവരുടെ നേരെ ഇളയ ഉമ്മാന്റെ അനിയത്തിയാണ്. അദ്ദേഹം പറഞ്ഞു, മക്കയിൽ കൊണ്ടുപോകുന്നത് നല്ല കാര്യം തന്നെ ഹറമിൽ. പക്ഷേ എനിക്ക് മറ്റൊന്ന് തോന്നുന്നുണ്ട്, ഈ സ്ഥലത്തിന് മൈമൂന ബീവിയുമായ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൈമൂന ബീവിയും ആദ്യ രാത്രി പങ്കിട്ട സ്ഥലമാണ് ഇവിടെ. ഈ സ്ഥലത്ത് തന്നെ അവർ വന്ന് മരണപ്പെട്ടപ്പോ അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ അമ്മ തെരഞ്ഞെടുത്ത സ്ഥലമായിരിക്കും. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇവിടെ തന്നെ മറമാടണം. റോഡ് സൈഡിൽ തന്നെ അവരെ മറമാടപ്പെടുകയും അത് യഥാവിധി സംരക്ഷിച്ചു പോരുകയും ചെയ്തു. ഇപ്പോഴും അൽഹംദുലില്ലാഹ് പ്രത്യേകം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്കുള്ള സമയത്തൊക്കെ അവിടെ പോകുന്നതും സിയാറത്ത് ചെയ്യുന്നതും ഈ വർഗത്തിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിന് പ്രയാസമുണ്ടെന്ന് ചോദിച്ചാൽ നോക്കിയാൽ കാണാൻ പറ്റുമെങ്കിൽ സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും ആദ്യ രാത്രി പങ്കിട്ട സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാ കിറാമുകളും താമസിച്ച സ്ഥലമാണ്. അവർ വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യസ്ഥലവുമാണ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട മറ്റൊന്നാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു ജബലുൻ നൂർ. മറ്റൊന്ന് ഫൗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന് അസീസിയയിലെ ജനൂബിലാണ് അതുള്ളത്. അസീസിയ ജനൂബിൽ ആ ഭാഗത്ത് ആർക്കും അറിയാം. വണ്ടിക്കാരോട് ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. ഇവിടെ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും ഹിജ്റ പോകുന്ന സമയത്ത് താമസിച്ച 3 ദിവസം താമസിച്ച ഗുഹയാണല്ലോ. ഇതിനെപ്പറ്റി ചരിത്രം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 രാത്രിയും പകലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടെ താമസിക്കുക മാത്രമല്ല, ഈ പകലുകളിൽ നട്ടുച്ച സമയത്ത് അറബികൾക്ക് സ്വഭാവമുണ്ട്. വെയിൽ നല്ല ചൂടായി ഒരു 11 മണിയായാൽ എല്ലാവരും വീട്ടിനകത്ത് വിശ്രമിക്കലായി. പിന്നെ ഒരു വൈകുന്നേരം അസർ വഖത്തായതിനു ശേഷം പുറത്തിറങ്ങുള്ളൂ. ഇത്രയും സമയം എല്ലാം ശാന്തമായിരിക്കും. ഈ സമയത്ത് ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതുപോലെ സ്വന്തം പിതാവാവുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും വേണ്ട ഭക്ഷണം പാകം ചെയ്ത് വീട്ടിൽ നിന്ന് അതുമായി പോയി ഈ മല കയറിച്ചെന്ന് ആ ഭക്ഷണം അവർക്ക് കൊടുത്ത് എന്നിട്ട് ആ പാത്രങ്ങളുമായി അവർ തിരിച്ചു വരും. ഈ നട്ടുച്ച മടിയും മോളും പൊള്ളുന്ന സമയത്ത്, കാരണം അപ്പോഴേ ആളില്ലാതിരിക്കുള്ളൂ. ആളില്ലാത്ത ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കി അതുമായി പോയി മലമുകളിൽ ചെന്ന് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരികയാണ്. നമുക്ക് ചിന്തിക്കാം, എന്താ 15 ചെറുപ്പക്കാരത്തി കുട്ടിയല്ലേ, ആദ്യത്തെ ഗർഭം ധരിച്ച് പ്രസവത്തിനടുത്ത് നിൽക്കുക. നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് ചിന്തിച്ചു നോക്കണം, അവരുടെ ഈമാനും നമ്മുടെ ഈമാനും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ ഗർഭം തന്നെ പൊതുവെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു വലിയ പ്രയാസമാണ്. ആദ്യത്തെ പ്രസവ ഗർഭല്ലേ,
ആദ്യം പ്രസവത്തിനോട് ഏകദേശം അടുത്ത് 8 മാസം അല്ലെങ്കിൽ 9 മാസത്തിന്റെ അടുത്തെത്തി നിൽക്കുന്ന സമയം. ഇത്രയും കിലോമീറ്റർ ദൂരം നടന്നുപോയി മലയുടെ മുകളിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് ഈ 3 ദിവസവും. അതിന്റെ പുറമെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, മൂത്ത മകൻ അന്ന് ഇസ്ലാമൊന്നും സ്വീകരിച്ചിട്ടില്ല, അബ്ദുറഹ്മാൻ, അന്ന് പേര് അബ്ദുൽ ഖാദാണ്. അബ്ദുറഹ്മാൻ പിന്നീട് വധയുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമൊന്നും സ്വീകരിച്ചത്. പക്ഷെ രണ്ടാമത്തെ മകനാവുന്ന അബ്ദുള്ള അന്നേ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇസ്ലാമൊന്നും സ്വീകരിച്ച മഹാനാണ്. ഈ അബ്ദുൾ എന്താക്കും, പകൽ സമയത്തൊക്കെ ഖുറൈശികൾക്കിടയിലൊക്കെ ഇടപഴകും. അവരെന്താ പറയുന്നത്, അവരുടെ പരിപാടി എന്തൊക്കെയാണ്, അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അറബിക്ക് മറ്റൊരു സ്വഭാവമുണ്ട്. മഗ്‌രിബായ എല്ലാവരും വീട്ടിലടങ്ങി, പിന്നെ സുബഹിന്റെ സമയത്ത് പുറത്തിറങ്ങുള്ളൂ. അങ്ങനെ മഗ്‌രിബായ ആളുകളെല്ലാം വീട്ടിലടങ്ങിയാൽ അന്നുണ്ടായ വാർത്തകളൊക്കെ ശേഖരിച്ച് ബഹുമാനപ്പെട്ട അബ്ദുള്ള ദേ മല കയറിച്ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും കാവലിരിക്കുകയും ഇന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അവർക്ക് വിരിച്ചു കൊടുക്കുകയും ചെയ്യും. സുബഹി ബാങ്ക് വിളിക്കുമ്പോഴേക്ക് തിരിച്ചു പോരും. അപ്പോ ഉച്ചക്ക് മോളും വൈകിട്ട് മോനും പോവുകയും വരികയും ചെയ്താൽ ഈ ചവിട്ടടി കണ്ട് ലക്ഷണം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്ന വക്കത്ത് ധാരാളമുണ്ട്. ഖായിഫ് എന്നാണ് ഇതിന് പറയാ. ലക്ഷണം നോക്കിയിട്ട് ചവിട്ടടി നോക്കിയിട്ട് ആളെ തിരിയുന്നു. അപ്പൊ ഇത് കണ്ടുപിടിക്കപ്പെടുമല്ലോ ശത്രുക്കള്. അതിനുവേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഭൃത്യനുണ്ടായിരുന്നു, അമർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ അനുസ്മരിക്കാതെ ഹിജ്റയുടെ ചരിത്രം പൂർത്തിയാവില്ല. അമർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പണി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറെ ആടുകളുണ്ട്, ഈ ആടിനെ മേഖല പണിയാ. എന്നാൽ ഇദ്ദേഹം എന്താക്കൂ, രാവിലെ ആട്ടിൻ പറ്റത്ത് ഒന്നായിട്ട് ഈ വഴിയിലൂടെ എങ്ങനെ തുറച്ചു കൊണ്ടുവരും. എന്താ, ഈ 100 ആടുകൾ ഇതിലൂടെ എങ്ങനെ നടന്നു ഓടിപ്പോയാൽ ഈ മോനും പൊന്നിയും പോയും ചവിട്ടിനി പായും. വൈകുന്നേരം അതേ നിലയ്ക്ക് തന്നെ ആടുകൾ ഒന്നായിട്ട് തുറച്ചു കൊണ്ടുപോയി ഈ മരന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കൂട്ടും. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഇതിൽ നിന്നുള്ള പാല് ചേർന്നിട്ട് കൊടുക്കും. അപ്പൊ രാവിലെ ഇങ്ങോട്ടും വൈകുന്നേരം അങ്ങോട്ടും 2 നേരത്തെ ഈ ആടുകളുമായിട്ട് നടക്കുമ്പോൾ മക്കൾ നടന്നു പോരുന്ന ഈ വഴിയാണ്. അപ്പൊ അവരൊക്കെ ചെയ്ത സേവനം നോക്കണം. എന്നിട്ടോ അവർ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബിതങ്ങളും പോകുമ്പോൾ പിന്നെ കൂടെ അമർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല കൂടെ തന്നെ ഹിജ്റ മുഖായി ചെയ്തു. ഈ സംഭവ ബഹുലമായ ചരിത്രത്തിന് സാക്ഷിയായ പ്രാവ് മുട്ടയിട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല, ആ പ്രാവ് മുട്ടയിട്ട് പ്രത്യേകമായ ഒരു മരം വെച്ചു എന്ന് ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടന്ന ആ സ്ഥലം വളരെ സൗകര്യപ്രദമാക്കിയിട്ടുണ്ട് യാത്രക്കിന്ന്. കുറെ അങ്ങോട്ട് വരെ റോഡുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ ചവിട്ടുപടിയും സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ന് നല്ല ആരോഗ്യമുള്ള ആളുകൾ വരെ അതിന്റെ മുകളിൽ കയറി താഴെ ഇറങ്ങുമ്പോഴേക്ക് അവരുടെ എല്ലാം അങ്ങെത്തും. അപ്പൊ ആ കാലത്ത് ഈ വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ള സമയത്ത് അവർ ചെയ്ത സേവനം, അവരുടെ ഈമാനിന്റെ ശക്തിയും മനസ്സിലാക്കാൻ വേണ്ടി ഈ 6 സൗറ് ഒരിക്കലെങ്കിലും ഒരു ഹാജി പോയി കാണണം. താഴെ നിന്നിട്ട് അതാണ് 6 സൗറ് എന്ന് പറഞ്ഞാൽ പോരാ. നമ്മളുടെ ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോയതാണല്ലോ. കാലിൽ ചെരുപ്പില്ലായിരുന്നു. കാലിൽ ചെരുപ്പില്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നടന്നു പോകുമ്പോ ചെരുപ്പിട്ട് തന്നെ നടക്കുന്ന ഒരാൾ ചെരുപ്പിടാതെ പുറത്തിറങ്ങിയ എന്തായിരിക്കും എന്റെ അവസ്ഥ നമുക്കറിയാലോ. കുറെ അങ്ങ് നടന്നു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്നെ നടന്നൂടാ, കാലിൽ ചെരുപ്പില്ല, കാല് വേദനിച്ചിട്ട് നടന്നൂടാ. ഇത് കണ്ടു മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ വിഷമിക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്ത് ചെറിയ കുഞ്ഞിനെ ഏറ്റും പോലെ എടുത്ത് ചുമലിലേറ്റിക്കൊണ്ടാണ് മലയുടെ പകുതി ഭാഗം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല കയറിപ്പോയത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വയസ്സ് എത്രയായിട്ടുണ്ടാവും നമ്മൾ ചിന്തിച്ചു നോക്കണം. നബി തങ്ങൾക്ക് 53 ആണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല 51 വയസ്സാണ്. 51 വയസ്സായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ എടുത്ത് ആ മല പകുതി കയറുന്നു. ബാക്കി പകുതി നബി തങ്ങൾ നടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്, നബി തങ്ങളുടെ മുന്നിൽ കുറെ മുന്നോട്ട് പോകും. കുറെ മുന്നോട്ട് പോയിട്ട് തങ്ങളുടെ അടുത്തെത്തിയിട്ട് വേഗം കുറെ പോകും. എന്നിട്ട് വേഗം ഓടിയിട്ട് തങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ വലത്തോട്ട് കുറെ അങ്ങോട്ട് പോകും. പോയിട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് നബിസ്വല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് തന്നെ വരും. പിന്നെ ഇടത്തോട്ട് കുറെ അങ്ങോട്ട് പോകും. കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ ഓടി നബി തങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും.
അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചോദിച്ചു, സിദ്ദീഖ് നിങ്ങൾ എന്താ ചെയ്യുന്നു ചോദിച്ചു. നബിയെ, മുന്നിൽ തങ്ങളുടെ മുന്നിൽ ഞാൻ പോകുന്നത്, ശത്രുക്കൾ ആരെങ്കിലും മുന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണാമല്ലോ, വല്ലതും സംഭവിക്കുകയാണെങ്കിൽ എനിക്കല്ലേ സംഭവിക്കൂ, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ കുറച്ച് മുന്നോട്ട് എത്തുമ്പോ എനിക്ക് പേടിയാവും, തങ്ങളടുത്ത് ആരും ഇല്ലല്ലോ, അതാ ഞാൻ അങ്ങോട്ട് ഓടുന്നത്, തങ്ങളടുത്തേക്ക് എത്താൻ വേണ്ടി ഓടുക. പിന്നെ ബാങ്കിൽ ഞാൻ നടക്കാൻ കാരണം ആരെങ്കിലും ബാങ്കിൽ തങ്ങളെ തേടി വരുന്നുണ്ടോ എന്ന് നോക്കുക. കുറെ കാലം ആരും കാണാതാവുമ്പോൾ നിങ്ങളുടെ ആരും വ്യക്തിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഓടിയില്ലാണ്. അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്ത് ശത്രുക്കൾ ആരെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടത്തോട്ട് പോകുന്നത്. ഞാൻ കുറച്ചു ദൂരത്തുമ്പോൾ എനിക്ക് പേടിയായി തങ്ങളുടെ അടുത്ത് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിലോ. ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പിമ്പോട്ടും നടന്നും ഓടിയും ആ കർക്കിടങ്ങൾ കണക്കൂട്ടി വെക്കുകയാണെങ്കിൽ 4 പ്രാവശ്യം കയറണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരയുടെ ദൂരം. പകുതിയത്തേക്ക് തങ്ങൾ നടക്കാൻ പറ്റാത്ത അവസ്ഥനെ കാലുവേദനിച്ചിട്ട് ആ സമയത്ത് അവിടെ തോളിലേറ്റിക്കൊണ്ട് മലമുകളിൽ കൊണ്ടുപോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഒരു രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി പാവപ്പെട്ട ഉമറിന്റെ ജീവിതത്തിന് മുഴുവനേക്കാളും മഹത്തരമാണ്. മഹാരാജ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പകൽ ഉമർ ഫാറൂഖിന്റെ ജീവിതം മുഴുവനത്തേക്കാളും ഹൈറാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്ന രാത്രി ഈ ഹിജ്റയുടെ രാത്രിയാണ്. എന്നിട്ട് അവർ പറയാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമലിലേറ്റി, ഒരു പിതാവ് കുഞ്ഞിനെ ചുമലിലേറ്റുന്നത് പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമലിലേറ്റി അവരെ കയറ്റി. മാത്രമല്ല മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ശത്രു സാമീപ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ബേജാറായി വെപ്രാളപ്പെട്ട് ഓടി നബി തങ്ങൾക്ക് സംരക്ഷണം. ആ ഒരൊറ്റ രാത്രി ഉമറിന്റെ ജീവിതം മുഴുവനും കൊടുത്താൽ ആ രാത്രിക്ക് തുല്യമാവുകയില്ല. ഈ ചരിത്രമൊക്കെ ഒന്ന് അനുസ്മരിക്കാതെ മക്കയിൽ നിന്ന് പോയിട്ട് എന്താണ് സഹോദരന്മാരെ നമുക്ക് ബാക്കിയുണ്ടാവുക? ഒന്നാ മണ്ണ് ചവിട്ടിക്കൂടെ? അതിനവിടെ വിധേയത്താൻ എന്താ കാട്ട്? അള്ളാഹുവിലേക്ക് അടുക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ അനുസ്മരിക്കുന്ന എല്ലാം വിധേയത്തും വലാലത്തും മനസ്സിലാമികമാക്കിയിട്ട് അതിനായിട്ട് അള്ളാഹുത്തര അപ്പൊ അതിനൊക്കെ വരി നരി ഉണ്ടാവും. ഞാൻ കൂടുതൽ നോക്കി പറയുന്നില്ല. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, സംഭവ ബഹുലമായ ആ ജീവിതത്തിന്റെ ഓരോ ഏടുകളും 13 കൊല്ലക്കാലം തൗഹീദിന്റെ സന്ദേശവുമായി മുത്തുമുസ്തഫായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഈ ലോകത്തിനു വേണ്ടി സമർപ്പിച്ച് ദഅവത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ആ പുണ്യഭൂമിയിലെ ഓരോ മണൽത്തരിക്കും നമ്മോട് ചരിത്രം പറയാനുണ്ട്. ആ സ്മരണ നമ്മുടെ മനസ്സിലേക്ക് വരാൻ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് പള്ളിയായി നിർമ്മിച്ചിരുന്നു, മസ്ജിദ് സിദ്ദീഖ് എന്ന പേരിൽ. ഇന്നത് സൂഖായി മാറി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമം സ്വീകരിക്കുകയും അവർ ജീവിക്കുകയും ചെയ്ത സ്ഥലം അത് മസ്ജിദ് ഉമർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതിന്ന് ഇല്ലാതായിപ്പോയി. ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞിട്ടല്ല, നിലവിലുള്ളതെങ്കിലും നമ്മൾ സന്ദർശിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്ത് നമ്മൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് പരമാവധി പുണ്യങ്ങളും ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഈമാനികമായ ആവേശവും ഉൾക്കൊള്ളാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഉണർത്തി ഞാനത് നീട്ടി പറയുകയല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു തിരിച്ചു പോവുകയാണെങ്കിലോ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തവാഫുൽ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അത് ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ, സ്വദേശത്തേക്ക് പോവുകയാണെങ്കിൽ വാജിബാണ്. 2 മർഹലയിൽ താഴെയുള്ള സ്ഥലമാണ്, സ്വദേശമല്ലെങ്കിൽ സുന്നത്താണ്. എപ്പോൾ മക്ക വിട്ട് ഹറമിന്റെ പുറത്തേക്ക് യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിലും അപ്പോഴൊക്കെ തവാഫുൽ വദാഇ സുന്നത്താണ്. ആ വിഷയം നമ്മൾ ഹജ്ജിന്റെ ഭാഗത്ത് പറഞ്ഞു. ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പരിശുദ്ധ മക്കായിലെ ഹറമിന്റെ പരിധിയിൽപ്പെട്ട വസ്തുക്കളൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തേക്ക് മക്കത്തെ ഹറമിൽ നിന്നായാലും മദീനത്തെ ഹറമിൽ നിന്നായാലും അവിടുത്തെ കല്ലോ അതുപോലെയുള്ള വസ്തുക്കളോ അവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഹറമിന്റെ ഭാഗമായ വസ്തു. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മീന കല്ലെറിയുന്നവർക്ക് പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടിയാണ് ഉണർത്തുകയാണ്. ഹറമിൽപ്പെട്ട മിനയിൽ നിന്നോ മുസ്ദലിഫയിൽ നിന്നോ ഒക്കെ നമ്മൾ പെറുക്കിയ കല്ല്, ഈ കല്ല് നമ്മുടെ ആവശ്യം കഴിച്ച് ബാക്കി നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ
അത് മക്കയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഹറമിൽപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് തന്നെ ഇടൽ നിർബന്ധമാണ്. ഇനി അത് മറന്നുപോയി നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ ബെൽറ്റിന്റെ ഉള്ളിലോ എവിടെയെങ്കിലും ബാക്കി കിടന്നു, നാട്ടിലെത്തിയതിനു ശേഷമാണ് കണ്ടതല്ലോ ഹറമിന്ന് കല്ലെറിയാൻ വേണ്ടി എടുത്ത കല്ല് ബാക്കി വന്നുവല്ലോ എന്ന് കണ്ടാൽ അത് വലിച്ചെറിയാൻ പാടില്ല, ഹറാമാണ്. ഹറമിന്റെ ഭാഗമായി കല്ല് ഹറമിന്റെ പുറത്തു കൊണ്ടുപോയി വലിച്ചെറിയാൻ പാടില്ല, മറിച്ച് അത് ഹറമിലേക്ക് തന്നെ തിരിച്ചെത്തിക്കൽ വിജുബ. അപ്പൊ എന്താക്കുക, നമുക്കിപ്പോ തിരിച്ചു പോരാൻ കഴിഞ്ഞോളന്നില്ലല്ലോ. അടുത്ത് പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാവുമ്പം അവരെ കയ്യിൽ കൊടുത്തു, മോനെ അല്ലെങ്കിൽ മോളെ ഇത് ഹറമിന്ന് എടുത്ത കല്ല് ബാക്കി വന്നതാണ്, ഈ ഹറമിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇടണം എന്ന് പറയാ, അങ്ങനെ കൊടുത്തയക്കണം. എന്നിട്ട് എടുത്ത സ്ഥലത്തിന് ഇട്ടോളണമെന്നില്ല, ഹറമിൽപ്പെട്ട സ്ഥലത്ത് ഇടണം. ഇത് നിർബന്ധ. ഹറമിന്റെ പുറത്തുനിന്നുള്ള കല്ല് മണ്ണ് പോലത്തത് കൊണ്ടുപോയി ഹറമിലിടൽ കറാഹത്താണ്. ഹറമിന്റെ ഉള്ളിൽ നിന്നിട്ട് എടുത്ത് പുറത്തു കൊണ്ടുപോയിടൽ ഹറാമുമാണ്. അതിന് കാരണം പറയുന്നത് എന്താ, ഹറമിനുള്ള ഹുർമത്ത്, ബഹുമാനം, ആദരവ് അത് പുറത്തു കൊണ്ടുപോയിട്ടാൽ അത് നഷ്ടപ്പെടും. അപ്പോൾ ആദരിക്കപ്പെടുന്ന വസ്തുവിനെ അനാദരിക്കൽ ഹറാമാണ്. അതേ സമയത്ത് പുറത്തുനിന്നുള്ളത് കൊണ്ട് ഹറമിലിട്ടാലോ ആദരവില്ലാത്തൊരു വസ്തുവിനെ ആദരിക്കേണ്ട അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അതിലിപ്പോ ഹറാമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം, ഒരു സാധാരണക്കാരനായ ഒരാളോ വലിയ ഔലിയാണെന്ന് ഒരാൾക്ക് എല്ലാവരും ബഹുമാനിച്ചു, അതുകൊണ്ട് ഹറാമും കുറ്റമൊന്നുമില്ല, ദീനിന് ഓർത്തുപോയില്ല. അതേ സമയത്ത് ഒരു വലിയ മഹാനായ ഒരു വ്യക്തിത്വത്തെ, ഒരു വലിയനെ അറിഞ്ഞുകൊണ്ട് അനാദരിക്കൽ ചിലപ്പോൾ ഹറാമെന്നല്ല, ചിലപ്പോൾ ഈമാൻ തന്നെ ഊരപ്പെട്ടു പോകാൻ വരെ കാരണം. ഇതാണ് ഹറമിൽപ്പെട്ട ഭാഗം പുറത്തു കൊണ്ടുപോകാൻ പാടില്ല, ഹറാമാണെന്നും പുറത്തുള്ളത് ഉൾക്കൊണ്ടിരുന്നത് കറാഹത്താണെന്നും പറയാൻ കാരണം. ആവട്ടെ, എന്നാൽ ഇതിൽ ഒരു കാര്യം ഒഴിവുണ്ട്, അത് പറയാം. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് തന്നെ പറയാണ്, വസ്തുന നഖ്ല തുറാബിൻ ഉഹ്തീജ ഇലൈഹി ദവായി കതുറാബി ഹംസ റളിയല്ലാഹു തആല. മദീനത്തെ ഹറമിൽ അറിയപ്പെടുന്ന തുറാബ് ഷിഫ, അത് നേരത്തെ പറഞ്ഞതാണെങ്കിലും ആട്ടെ, ഹംസ റളിയല്ലാഹു തആലയുടെ അന്വേഷണ കേന്ദ്രത്തിന്റെ സമയത്തിൽ നിന്നിട്ടും അതിന് വഫാത്തായി ഷഹീദായി വീണ ആ സ്ഥലത്തു നിന്നൊക്കെ മണ്ണെടുക്കാറുണ്ടായിരുന്നു. ഇത് രോഗങ്ങൾക്ക് സിദ്ധൌഷധമായി അനുഭവസ്ഥൻ പറയുന്നതുമാണ്. ധാരാളം പൂർവികരായ മഹാന്മാര് തന്നെ പല രോഗശമനത്തിനും ആ മണ്ണ് ഫലപ്പെടുമെന്ന് പറയുകയും അത് അനുഭവത്തിൽ പ്രകടമാവുകയും ചെയ്യാൻ. അപ്പൊ ഒരാള് ഒരു രോഗിയുടെ രോഗത്തിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി എന്ന നിലക്ക് ഈ മണ്ണ്, അതല്ലെങ്കിൽ മദീനയിൽ അറിയപ്പെട്ട തുറാബ് ഷിഫ എന്ന പേരിലുള്ള പ്രദേശം തന്നെ ഉണ്ട്, അവിടെ നിന്ന് അല്പം മണ്ണെടുത്ത് അതിപ്പോ ഹറമിലെ മണ്ണ് പുറത്തുകൊണ്ടാണ്. പക്ഷെ ഇതിങ്ങനെ ഈ രോഗശമനത്തിന് വേണ്ടി എന്ന നിലക്ക് എടുക്കുകയായതുകൊണ്ട് അത് മാത്രം കൊണ്ടുപോകുന്നതുകൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ പഴയ കാലത്ത് മക്കത്തുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ചുന്നാമക്കി എന്ന് പറയുന്ന സന എന്നാണ് അതിന് പറയാം. ഈ സന എന്ന് പറഞ്ഞൊരു ചെടി, ആ ചെടിയുടെ ഇല മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആ ഇല കൊമ്പൊടിക്കാൻ പാടില്ലെങ്കിലും മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടി ഇല എടുക്കാം. ഇങ്ങനെ മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടി ശിഫയുണ്ടെന്ന് അറിയപ്പെട്ട മണ്ണ് അതെടുത്താൽ പുറത്തു കൊണ്ടുപോകുന്നതിനും, അതുപോലെ തന്നെ ഈ മരത്തിന്റെ ഇല അത് ശിഫക്ക് വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുപോകുന്നതിനും വിരോധമില്ല. ബാക്കിയൊരു സാധനവും ഹറമിൽ നിന്നിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ സംസം, അത് ഹറമിലുള്ളതാണെങ്കിലും തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുപോകാം. ഈ രണ്ടല്ലാതെ മറ്റൊരു വസ്തുവും ഹറമിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാനും പാടില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഇമാം നബി റബി, ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇമാം നബി റബി അള്ളാഹുതആല പ്രത്യേകം ഉണർത്തുന്ന ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ലാ യജൂസു അഖ്ദു ശൈഇൻ മിൻ തീബിൽ കഅബത്തി ലാ ലിതബറുക്കി വലാ ലിഗൈരിഹി എന്ന് പറഞ്ഞാല്, കഅബ ഷരീഫിനെ പല ആളുകളും വലിയ വിലപിടിപ്പുള്ള മുന്തിയ അമ്പർ, അതുപോലെ തന്നെ കസ്തൂരി പോലെയുള്ള മുന്തിയ തരത്തിലുള്ള മിസ്ക്, അമ്പർ മിസ്ക് ഒക്കെ പോലെയുള്ള മുന്തിയ തരം റൂദ് പോലത്തെ അത്തർ, ഹജറുൽ അസ്വദുമലും റുക്നിയമാനിമലും അതുപോലെ തന്നെ കഅബത്തിന്റെ മറ്റു ഭാഗത്തുമൊക്കെ പുരട്ടാറുണ്ട്. അത് നല്ലതുമാണ്. ഇത് കഅബ ശരീഫിനെ ആദരിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ട എന്ന് ഖുർആനിൽ പറഞ്ഞ ആ ഭാഗമാണ്. അള്ളാഹു ആദരിച്ച ദീനിന്റെ ചിഹ്നങ്ങൾ അതിനൊരാൾ തഅലീം ചെയ്യുന്നുണ്ട്, അവന്റെ കൽബിന്റെ ഉള്ളിലുള്ള ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് റിയാൽ മുടക്കിയിട്ട് മുന്തിയ തരം അത്തറുകൾ വാങ്ങി ഹജറുൽ അസ്വദുമലും റുക്നിയമാനിമലും കഅബത്തിന്റെ മറ്റു ഭാഗത്തുമൊക്കെ പരട്ടുന്ന മുതലാളിമാരുണ്ട്. അത് നല്ല കാര്യമാണ്. ഇങ്ങനെ ചെയ്തോർത്ത് ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന വലിയൊരു അബദ്ധം, അത് ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറയാം. ഈ ഹജറുൽ അസ്വദുമൽ അത്തർ പരട്ടുന്നത് നോക്കി നിൽക്കുക. അതുകൊണ്ട് അത്തർ പരട്ടുന്ന ആളുകൾ പരട്ടിങ്ങട്ട് ഒഴിഞ്ഞാൽ ചാടി ചെന്നിട്ട്
അതുകൊണ്ട് തുടച്ചെടുത്തിട്ട് ശരീരത്തിലും അതുപോലെ തന്നെ മുഖത്തും ഒക്കെ അതുകൊണ്ട് പരട്ടുക. ഇത് കടുത്ത ഹറാമാണ്. കള്ളന്റെ ഹുക്കുമാണത്. കഅബ ഷരീഫിന് ഹദിയയാക്കിയ വസ്തുവിനെ മോഷ്ടിച്ചെടുക്കുന്ന കുറ്റമാണ്. അത് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പാടില്ല. ലാലി തബറുക്കി വരാലി വൈരി, ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കാൻ പാടില്ല, അല്ലാത്തതിനും പാടില്ല. ഇത് പലരും വരുത്തുന്ന വലിയൊരു തെറ്റാണ്. അതേസമയത്ത് നമ്മൾ തൊട്ടുമുത്തുന്ന സമയത്ത് നമ്മൾ കയ്യുമ്മലാകണമെന്ന് കയറി അതല്ല പറയുന്നത്. അത് നമ്മൾ നോക്കി നിന്നാൽ കാണാം ആ റുക്കിനെ മാനിമലും അതിലുള്ള സുഖമലും ഒക്കെ ഇത് സുഗന്ധം പൂശി നോക്കി നിൽക്കുക ചില ആൾക്കാർ. അത് പൂശിനുള്ളിൽ പെരട്ടി കഴിഞ്ഞാൽ ഉടനെ ചാടി ചെന്നിട്ട് തുടച്ചെടുക്കുക. അത് പുതിയ വർക്കത്താന്ന് പറഞ്ഞാൽ അത് കടുത്ത ഹറാമാണ്, ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറയാം ഒരാൾക്ക് അങ്ങനെ പൂതി ഉണ്ടെങ്കിൽ ഒരാൾ വർക്കത്തെടുക്കണമെന്ന് ആഗ്രഹിച്ചാലോ പാടില്ല എന്ന് ഇവര് പറയുമ്പോൾ സുന്നോട് പറയോ? അങ്ങനെ പറയില്ല. അങ്ങനെ ഒരാൾ തുടച്ചെടുത്തത് അയിമക്ക് തന്നെ അങ്ങോട്ടൊരു മടക്കൽ രുജുപാടില്ലെങ്കിൽ അവന്റെ അടുത്ത് കുറ്റക്കാരനാവും. എന്നാ ബർക്കത്തെടുക്കണതിന് തെറ്റില്ല. അതിന് പറയുന്നു ഇതാ അറാദ തബറുക്ക, ഒരാൾ അങ്ങനെ ബർക്കത്തിന് വേണ്ടിയിട്ട് കഅബത്തുമ്മൽ പരട്ടിയ അത്തറുകൊണ്ട് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മക്കൾക്കോ പരട്ടണം എന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ സ്വന്തം കീശയിൽ നിന്ന് കാശ് കൊടുത്ത് നല്ല ശുദ്ധമായ അത്തർ വാങ്ങിക്കൊണ്ടിരട്ടെ. എന്നിട്ട് ആ വാങ്ങിക്കൊണ്ടുവന്ന അത്തർ കഅബത്തുമ്മൽ പറ്റിക്കോട്ടെ. സുമ്മാഹോ എന്നിട്ട് അവൻ അതെടുത്തോട്ടെ, കാരണം അവനേണ്ടതാണല്ലോ. മറ്റുള്ളവർ കഅബത്തിന് ഹദിയയാക്കിയത് തുടച്ചെടുക്കൽ കടുത്ത ഹറാമാണ്. ഇത് പലരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകളോട് നമുക്ക് പറയാൻ കഴിയൂ അത് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അതേസമയത്ത് നമ്മൾ തൊട്ടുമുത്തുമ്പോഴോ ചുംബിക്കുമ്പോഴോ നമ്മുടെ മൂക്കുമ്പോഴോ നമ്മുടെ കൈകളോ ആരോട് അതുകൊണ്ട് ഹറാമില്ല. പക്ഷെ സുഗന്ധം പൂശിയ ഉടനെ നമ്മുടെ കൈ കൊണ്ട് തൊട്ടാൽ കയ്യിൽ ഇത് പറ്റും, വാസന വരുന്നോണ്ടല്ല. പരത്തി ഉടനെ നമ്മളതിന് തൊട്ടാല് അതുപോലെ തന്നെ മുത്ത് ചുംബിക്കുകയോ ചെയ്താല് നമ്മുടെ മുമ്പിലും നമ്മുടെ മൂക്കിലും നെറ്റിമ്മലും അതുപോലെ തന്നെ നമ്മുടെ കൈമലൊക്കെ ഈ അത്തറ് വരുള്ളൂ. അത് ഇഹ്റാമിന്റെ സമയത്ത് ഹറാമാവുകയും ചെയ്യും. അതില്ലാത്തപ്പോൾ തൊടുന്നോ കൈമലാകുന്നതുകൊണ്ട് വിരോധമില്ല, തുടച്ചെടുക്കാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആ കില്ലനെ പറ്റിയിട്ടാണ് പിന്നെ നമുക്ക് പറഞ്ഞാൽ കിട്ടാനില്ല. കില്ല കിട്ടും ശുദ്ധിയുടെ അടുത്ത് ചിലപ്പോൾ ഹദിയായിട്ടൊക്കെ അവർ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താൽ കൊണ്ടുപോകുന്നതുകൊണ്ടും അങ്ങോട്ടും വിരോധമില്ല. അതങ്ങനെ ആദത്ത് നടന്നു പോയതാ. ഇനി മക്ക ഷരീഫിൽ ഹറമിന് മറ്റുള്ള സ്ഥലവുമായിട്ട് ഉള്ള കുറെ പ്രത്യേകതകൾ വ്യത്യാസങ്ങളുണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഹറം ഷരീഫ് മക്കയിലെ ഹറമാം മദീനത്തെ ഹറമോ ഏതുവാട്ടെ, മക്ക ഷരീഫിലെ ഹറമായി പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എന്നാണല്ലോ പ്രസിദ്ധി. അത് ഏതുപോലെയാണ്? കഅബ ഷരീഫ് നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എന്ന പ്രസിദ്ധി പോലെയാണ്. അത് നമ്മൾ ചരിത്രം പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ. ആദ്യമായി കഅബ നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാമാണ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ സ്വർഗ്ഗലോകത്തിൽ നിന്നുള്ളൊരു ഖുബ്ബ ഇറക്കി കൊടുക്കുകയും അതിനെ തവാഫ് ചെയ്യുകയുമായിരുന്നു ആദം നബി അലൈഹി ഇസ്ലാം ചെയ്തത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം അത് ഉയർത്തപ്പെടുകയും പിന്നീട് ശീസ് നബി അലൈഹി ഇസ്ലാം എന്ന മകന്റെ നേതൃത്വത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് കല്ലും മണ്ണും ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി കഅബ ഷരീഫിന് ചുമര് നിർമ്മിച്ചത്. പിന്നീട് തൂഫാനിൽ വന്നിട്ട് ചുമര് പൊളിയുന്നത് വരെ അതുണ്ടായിരുന്നു. അതിന്റെ ശേഷം പുനർനിർമ്മാണം നടത്തിയ ആളാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം. എന്നാലും കഅബ ഷരീഫിന്റെ നിർമ്മാതാവ് എന്ന പേരിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അറിയുന്നത് പോലെയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആണ് ഹറമാണെന്ന കാര്യം വിളംബരം ചെയ്ത് പരസ്യപ്പെടുത്തിയത് എന്നേ ഉള്ളൂ. അതിന്റെ മുമ്പും അത് ഹറം തന്നെയാണ്. കാരണം ഹജ്ജത്തുൽ വദാഇന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സമയത്ത് പലതും ചോദിച്ച കൂട്ടത്തിൽ പറയുന്നത് കാണാം. മക്കാമത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന ഹാദാ ബലദുൻ ഹറമഹു അല്ലാഹു തആല യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് വഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഈ ആകാശത്തെയും ഈ ഭൂമിയെയും അല്ലാഹു പടച്ച് നല്ല ഭൂമിയാണ് ആദ്യം തുടങ്ങിയത്. ഈ തുടങ്ങിയത് കഅബ ഷരീഫ് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മൾ ചരിത്രത്തിൽ പറഞ്ഞു.
അന്ന് തന്നെ ഈ പ്രദേശം ഹറമാവുന്നു. ഹറമിന്റെ ബൗണ്ടറി എങ്ങനെയാ വന്നത്, അതിന് ഇത്ര ഓരോ ഭാഗത്തും കിലോമീറ്റർ വ്യത്യാസം പറയാൻ കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചരിത്രത്തിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഭാഗത്തേക്ക് മടങ്ങി വരുന്നില്ല. ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മാണം ചെയ്തതുപോലെ വിളംബരം ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണെന്നുള്ളൂ. അള്ളാഹു തആല പടച്ച കാലം മുതൽ തന്നെ വിശുദ്ധമായ ഈ ഹറം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽക്ക് തന്നെ ഇതിന് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തിനും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ സന്ദർശന സ്ഥലങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇനി മക്ക ഷരീഫ് അഥവാ ഹറമിന് മറ്റുള്ള സ്ഥലങ്ങളുമായി എന്തെന്തൊക്കെ വിഷയങ്ങളിലാണ് വ്യത്യാസം എന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളോട് ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞ് തൽക്കാലം പിന്നെന്താണ് നാലും തീർന്നിട്ടല്ല, തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് മദീന സിയാറത്തും മദീനയുടെ ചെറിയൊരു ചരിത്രവും ഒക്കെ പറയണം എന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ഇന്നിത്രയും പറഞ്ഞ് ഇവിടെ നിർത്തി. ഇന്ന് തീർക്കണമെന്നായിരുന്നു ഉദ്ദേശിക്കുന്നതെങ്കിലും വെടിയെത്തിയിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നാളെ ഉണർത്തിയിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മദീനയിലേക്ക് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമയം കുറച്ച് നീണ്ടുപോയി. ഇനി ബാക്കി കുറച്ച് സമയം അത്യാവശ്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിന് സന്ദർഭം നൽകിക്കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു ബഹുമാനിച്ച, അവൻ ആദരിച്ച പുണ്യസ്ഥലങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും ചരിത്ര സ്മാരകങ്ങൾ കണ്ട് അതിന്റെ ചരിത്രത്തിന്റെ തുടിപ്പുകൾ ഉൾക്കൊണ്ട് ഈമാനികമായ ആവേശം ഉൾക്കൊണ്ട് തിരിച്ചുപോയി യഥാർത്ഥ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തമ്പുരാൻ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി സംശയം ചോദിക്കാനുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. മുന്നിലുള്ള ആള് മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ്. ഉസ്താദ്, ഈ ഹറം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പൂർണ്ണ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ വരാനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ഹറം എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ട സ്ഥലം, വർണ്ണിക്കപ്പെട്ട സ്ഥലം, ഹുർമത്ത് ഉடைய സുന്നർത്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുർമത്ത് അഥവാ ആദരവ് കൽപ്പിക്കുകയും ആ ആദരവ് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് ഈ നിശ്ചിത സ്ഥലത്തിന് ഹറം എന്ന്, ഹറാം എന്നും പ്രയോഗമുണ്ട്. മസ്ജിദുൽ ഹറാം എന്നാണല്ലേ നമ്മൾ പ്രയോഗിക്കുന്നത്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് കുരുവിൽക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളത്തരീക്കത്തുകാർ, അവരൊക്കെ പറയാ കണ്ടോ അസിൽ ഹറാം എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല, ഹറാമായ പള്ളിയാണ്. അങ്ങനെയല്ല, ഈ ഹറാം എന്ന് പറഞ്ഞാൽ തന്നെ സുരക്ഷിത മേഖല എന്നൊരർത്ഥമുണ്ട്. ഇതിന് സുരക്ഷിതമായ മേഖല, അതുപോലെ തന്നെ ആദരിക്കപ്പെട്ട സംരക്ഷിത മേഖല എന്ന് ഈ അർത്ഥമൊക്കെ ഇവിടെ ഹറാമിനുണ്ട് താനും. ആദരിക്കപ്പെട്ടതാണ്, പ്രത്യേക സംരക്ഷിത മേഖലയാണ്, ബഹുമാനവും ആദരവും അല്ലാഹു തആല കൽപ്പിക്കുകയും അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് ഹറം എന്നും മസ്ജിദുൽ ഹറാം എന്നും ഒക്കെ പറയാം. ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം ഹറാമായതല്ല. ഹറം എന്ന് പറഞ്ഞാൽ ഈ ഹുർമത്തുடைய അല്ലാഹു ആദരവ് കൊടുത്ത സ്ഥലം എന്ന്. ഹറാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകിയ ബഹുമാനിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഉമ്മയ്ക്കൂട്ട്. കേൾക്കുന്നില്ലല്ലോ. ഇന്നലെ സമയം കഴിഞ്ഞ് പോയി. അഥവാ ഇന്ത്യക്കാരുടെ നീക്കാത്ത് യമനിനോട് നേരിടുന്ന സ്ഥലമാണ് കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിലെന്ന് പറഞ്ഞു. അത് വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ
മാറ്റുന്ന സുഹൃത്ത് ഇന്നലെ തന്നെ പറഞ്ഞാണല്ലോ, നിങ്ങൾ കേൾക്കാനിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയോർത്ത് പറ്റിയ തെറ്റാണ്. കിതാബിനൊരു തെറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കിയോർത്തുള്ള തെറ്റാ. ആറന്നാലിൽ മത്താരി എന്ന് പറഞ്ഞാൽ മീഖാത്തിലെത്തുന്ന സമയത്ത് ഏറാൻ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ മീഖാത്തിലെത്തുമ്പോൾ ചെയ്താൽ മതി. മീഖാത്തിലെത്തുമ്പോൾ അറിയാൻ സൗകര്യപ്പെടാതിരിക്കുകയോ അവിടെ ഇഹ്റാം ചെയ്യാൻ സൗകര്യപ്പെടാതിരിക്കുകയോ ചെയ്താൽ അവൻ നാട്ടിൽ നിന്ന് കൊണ്ടോട്ടിന്ന് ഏറാൻ ചെയ്ത് പോരണമെന്ന്. മത്താറി ജിദ്ദാണ് ഇതിന് എഴുതിയില്ലല്ലോ. ആ കിതാബൊന്ന് എടുത്തു നോക്കി എങ്ങനെ ഉണ്ടോന്ന്. മത്താറി ജിദ്ദന്ന് ഏറാൻ ചെയ്യണമെന്നല്ല പറഞ്ഞത്, മത്താറിന് ഇഹ്റാം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യാം എങ്കിലും ഇന്ത്യൻ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. എവിടെയുണ്ടത്? ഈ എയർപോർട്ടിലെത്തി ഇന്ന് പോകാന്ന് പറഞ്ഞ് നമ്മളവിടെയൊക്കെ വീട്ടിൽ തന്നെ ഇഹ്റാം ചെയ്ത് വന്നാൽ ഇവിടെ എത്തിയാൽ ഇന്ന് നമുക്ക് യാത്ര മുടങ്ങിയിട്ടുണ്ട്, വിമാനം വന്നിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി സാധാരണ നാട്ടിൽ നിന്നൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഹജ്ജ് ക്ലാസ്സിൽ ഉസ്താദന്മാരൊക്കെ പറയുന്നത്, ഞാനും തന്നെ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ ഹജ്ജിനൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കൽ എന്താണെന്നറിയോ, നിങ്ങൾ പേരേന്ന് ഇഹ്റാമൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഒരുങ്ങി റെഡിയായി പോയിക്കോളി. എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾ ബോർഡിംഗ് പാസ് കിട്ടി വിമാനം പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടുന്ന് ഇഹ്റാം ചെയ്താൽ വീണ. ഈ പറഞ്ഞ അർത്ഥനേലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വാരോത്സവത്തിലും പറഞ്ഞിട്ടുള്ളൂ. എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ മീഖാത്ത് വിട്ടുപടം വന്നിട്ട് എയർപോർട്ടിൽ നിന്നല്ല, ഇങ്ങനെ കിതാബ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയോർത്ത് തെറ്റാ. ഞാൻ അന്നേരം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയോർത്ത് വെച്ച തെറ്റാണ്. അത് ഏതെങ്കിലും ഉസ്താദന്മാരോട് കിതാബ് എഴുതി ബഹുമാനപ്പെട്ട ബാബുസ്താദാണ്, ബാബുസ്താദിനോട് അദ്ദേഹം ഒന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നേരിട്ട് ചോദിച്ചാലറിയാം. അതല്ലെങ്കിൽ അതിലുള്ള വലിയ വലിയ ഉസ്താദന്മാര് പൊന്മുസ്താദിനൊക്കെ പോലെയുള്ള ഫിഖ്ഹിന്റെ അകവും കുറവും കൊണ്ട വലിയ മഹാന്മാരായ ഉസ്താദന്മാര് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ പറഞ്ഞ മത്താറ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ മത്താറിൽ വന്നിട്ട് ഇഹ്റാം ചെയ്യണം എന്നല്ല. കാരണം മത്താറ് വിട്ടിട്ട് മക്കത്തിന്റെ ഉൾക്കോടെ അങ്ങോട്ട് പോന്നിട്ട് പിന്നെ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട ഒരാള് മീഖാത്ത് വിട്ട് ഇഹ്റാം ചെയ്യാതെ പോയി പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇഹ്റാം ചെയ്യണം എന്നല്ല പറയാ. അതിന് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കൂല. മറിച്ച് പറഞ്ഞതിന്റെ അർത്ഥം മീഖാത്തിനെ നേരിടുന്ന സമയത്ത് ആ മീഖാത്തിനെ നേരെ എത്തുമ്പോൾ ഇഹ്റാം ചെയ്യാണ് വേണ്ടത്. അത് സൗകര്യപ്പെടാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എയർപോർട്ടിൽ തന്നെ ഇഹ്റാം ചെയ്ത് പോയിക്കോളി. അല്ലാതെ ഇവിടെ ജിദ്ദ എയർപോർട്ടിൽ വന്നിട്ട് ഇഹ്റാം ചെയ്യണമെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല, ബാബുസ്താദും പറഞ്ഞിട്ടില്ല. ബാബുസ്താദൊക്കെ കണ്ടു പഠിച്ച മനുഷ്യനാണ്, കിതാബും പഠിച്ച മനുഷ്യനാണ്. പറഞ്ഞതാ ഞാൻ നല്ല പറഞ്ഞ് നിങ്ങളെ കേൾക്കാൻ എത്താണ്. അതായത് കിതാബിൽ ഒരു തകരാറില്ല, നിങ്ങൾ മനസ്സിലാക്കിയോട് പറ്റിയ തെറ്റാണ്. എയർപോർട്ടിൽ എന്ന് പറഞ്ഞാല് നാട്ടിൽ നിന്ന് പോരുകയാണെങ്കിൽ കൊണ്ടോട്ടി എയർപോർട്ടിൽ എത്തിയിട്ട് ബോർഡിംഗ് പാസ് കിട്ടി ഫ്ലൈറ്റ് പോകുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നിങ്ങൾ ഇഹ്റാം ചെയ്തോളി എന്നാണ് പറഞ്ഞത്. അതേ സമയത്ത് അഫ്ള് ഏതാണ്? അഫ്ള് മീഖാത്തിന് വെച്ചോ അല്ലെങ്കിൽ മീഖാത്ത് നേരിടുന്ന സ്ഥലത്തോ വെച്ചാണ്. അവിടെ വെച്ച് അതല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്യണമെന്ന് അതാ പറഞ്ഞത്. ഇല്ലെങ്കിൽ മത്താരി നല്ല കൊണ്ടോട്ടി എയർപോർട്ടിൽ കൊണ്ടോട്ടിന്ന് വേണമെങ്കിൽ നിങ്ങൾ ചേർത്തി കൊടുത്താൽ അത് കൊണ്ടോട്ടി നേർത്തി കൊടുത്താണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ പോരുന്നൊരു അതുപോലെ തന്നെ മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് പോരുന്നൊരു നീ കൺഫ്യൂഷൻ ആവുമല്ലേ. നീ കണ്ണൂർ പുതിയ വരാൻ പോകും, അപ്പോൾ കൺഫ്യൂഷൻ ആലോചിക്കണ്ട. നീ മത്താരി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വാഹനത്തിൽ കയറി പുറപ്പെടാൻ പോകുമ്പോൾ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് കിട്ടി യാത്ര ഉറപ്പായതിനു ശേഷം നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഇഹ്റാം ചെയ്തോളി. അതാ പറഞ്ഞത്. അല്ലാതെ മീഖാത്ത് വിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇഹ്റാം ചെയ്യാമെന്ന് ബാബുസ്താദ് പറയില്ല. ബാബുസ്താദൊക്കെ മറ്റു പഠിച്ച മനുഷ്യനാണ്. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് കേൾക്കാനില്ല. ഞാൻ പറഞ്ഞ ജിദ്ദയെത്തുന്നതിന് ഒരാൾക്കൊരു മുമ്പല്ല, അത് നിങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ മുഴുവൻ കേൾക്കണം. ഇല്ലെങ്കിൽ എന്താ നിങ്ങളാ പറഞ്ഞതെന്ന് ആവർത്തിച്ച് ചോദിക്കണം. ഞാൻ പറഞ്ഞത് മീഖാത്ത് എത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് ജിദ്ദയെത്തുന്നതിന്റേതല്ല. മീഖാത്ത് എത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് ഒന്നാമത്തെ അനൗൺസ്മെന്റ് ഉണ്ടാകും. രണ്ടാമതൊരു കാമണിക്കൂർ ബാക്കി ഉണ്ടാകുമ്പോൾ വീണ്ടും ഉണ്ടാകും. പിന്നീട് മീഖാത്തിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്യും എന്നാ പറഞ്ഞത്. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ, കിതാബ് കേട്ടതല്ല. അത് ഞാൻ സാധാരണ 10-20 കൊല്ലായി വന്നു പോകാൻ തുടങ്ങിയിട്ട്. ഇന്നും കഴിയില്ല, 20 കൊല്ലായി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ. മുമ്പൊന്നും എയർ ഇന്ത്യക്കാർ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പൊന്നും എയർ ഇന്ത്യക്കാർ പറയില്ലായിരുന്നു. സൗദിയൊക്കെ പറയാൻ പറഞ്ഞിരുന്നു. അവർ കുവൈത്ത് റസൂലൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ എയർ ഇന്ത്യയും പറയുന്നുണ്ട്. കാരണം ധാരാളമായ ഉംറക്കാരും ഹാജിമാരും എയർ ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് എയർ ഇന്ത്യയിലും പറയുന്നുണ്ട്. അപ്പൊ മീഖാത്തിൽ തന്നെ ഇഹ്റാം ചെയ്യണമെങ്കിൽ അതിന്റെ സൗകര്യമുണ്ട്. എയർപോർട്ട് ഇവര് പറയും, അതായത് ഫ്ലൈറ്റിൽ അറിയും.
എയർപോർട്ടിലേക്ക് മിനൽ മത്താർ, എയർപോർട്ടിൽ നിന്നും ബോർഡിംഗ് പാസ് കിട്ടി യാത്ര ഉറപ്പായാൽ അപ്പോൾ ഇഹ്റാം ചെയ്യാം. അത് നിങ്ങൾക്ക് മീഖാത്തിന് ഇഹ്റാം ചെയ്യാതെ അറബിന്റെ ഉള്ളിലൂടെ പോകുന്നത് ജിദ്ദയിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് തന്നതെല്ലാം കിതാബ് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ അത് ഏത് ഉസ്താദ് തന്നെ ജീവിച്ചിരിക്കുന്ന മുമ്പ് വിശദീകരണം ചോദിക്കാം. ഓക്കെ, ഞാൻ വയ്ക്കിട്ടു. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് അപ്രകാരം തന്നെയാണ്. നാട്ടിലെ എയർപോർട്ടിന് തന്നെയാണ്. ഉസ്താദ് ഗൾഫിലായതുകൊണ്ട് ഉസ്താദ് അവിടുത്തെ എയർപോർട്ടിന് പെട്ടെന്ന് മനസ്സിലാകാം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് പോരുന്ന ആള് ഇവിടുന്ന് എയർപോർട്ടിന് ഇഹ്റാം ചെയ്യാം എന്നാണ് കിട്ടാനുള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് പറയാതെ വിട്ടുപോയെന്ന് മാത്രം. ഏതായിരുന്നാലും അപ്പോ ഇന്നലെ മറുപടി പറഞ്ഞ കൂടുതൽ പറഞ്ഞു കർണൽ മനാജിനോട് നേരിടുന്ന സ്ഥലത്തിലൂടെ ഏകദേശം പോകുന്നത്. അപ്പൊ അവിടെ എത്തുന്ന മുമ്പ് അനൗൺസ്മെന്റ് ചെയ്യും. അപ്പൊ അവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഉസ്താദ് വിമാനത്താവളം ഉദ്ദേശിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഉദ്ദേശമാവുക ജിദ്ദ വിമാനത്താവളം എന്നായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള വിമാനത്താവളം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു വളരെ വ്യക്തമായി. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഈ ഏറുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. സാധാരണ എറിയുമ്പോഴേ ഈ മർമ്മയെ കസ്ത് ചെയ്യണോന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് സാധാരണ നമ്മൾ കാണുന്നത് കല്ലെറിയുന്ന സ്ഥലങ്ങളൊക്കെ ആ ഒരു ചുമരാണല്ലോ. അപ്പൊ അത് തന്നെയാണോ മർമ്മ? അതല്ലെങ്കിൽ ആ മുജ്തമഉൽ ഹസ എന്ന് കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് സാധാരണ എറിയുന്ന ആൾ ഈ ചുമരിനെ ലക്ഷ്യമാക്കി എറിയലാണ് സാധാരണ. എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുമുള്ളതാണ് ഈ പറയുന്ന മുജ്തമഉൽ ഹസ എന്ന് പറയുന്നത്. ഇന്ന് തൂണല്ല, മുമ്പ് തൂണായിരുന്നു. ഈ പുതിയ വികസനം വരുന്നത് വരെ നടുവിലൊരു തൂണുണ്ടായിരുന്നത്. ഇന്ന് ആ തൂണിന്റെ സ്ഥാനത്ത് ഒരു ഭിത്തിയാണ്, ചുമര്. ഈ ചുമരിന് ഉള്ളിൽ ഓട്ടയുണ്ട്. കാരണം മോളിൽ നിന്നിട്ട് എരിയുന്ന ആളുകളുടെ അതിന്റെ ഉള്ളിൽ കൂടെ വരുന്നത്. അങ്ങനെ ഒരു തൂണി പോലെ ഏകദേശം ഒരു വഞ്ചിയുടെ ആകൃതിയിലാണ് ആ ചുമര് കിടക്കുന്നത്. വളരെ പൊള്ളയായിട്ട്. അപ്പൊ മോളിൽ എറിയുന്നത് അതിന്റെ താഴെ കൂടെ വന്നിട്ട് അടിയിൽ പഴയ കാലത്തുണ്ടായിരുന്ന ആ മുജ്തമഉൽ ഹസ എന്ന് പറയുന്ന ആ വൃത്തത്തിലുള്ള കിണർ പോലത്തെ അത് ഇന്നും നിലവിലുണ്ട്. കാരണം എന്താ പറയുക, ജോലി നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉമ്മക്ക് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ കാണാൻ പോയിരുന്നു. അത് ജോലി നടക്കുന്ന സമയത്ത്. അങ്ങനെ അൽഹംദുലില്ലാഹ് അതിന്റെ തൗഫീഖോടുകൂടി എന്നാൽ പണി പൂർത്തിയായിട്ടില്ല, നടന്നുകൊടുക്കുക. അപ്പൊ കാണാൻ അടിയിലുള്ള ആ തൂണും ആ തടവും നിർത്തിക്കൊണ്ട് അതിനൊന്നും കേടുവരുത്താതെയാണ് പണികളൊക്കെ നടക്കുന്നത്. അപ്പൊ നേരെ ഈ എറിയുന്ന ഏറുകളൊക്കെ നേരെ ചെന്നിട്ട് ആ തടത്തിൽ വീഴും. അങ്ങനെയുള്ള സംവിധാനമാണ് ഒരുക്കി വെച്ചത്. അപ്പൊ ഈ ഭിത്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന തൂണ്, ഈ ഭിത്തിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എറിയേണ്ടത്. മർമ്മ എന്ന് പറയുന്നത് ആ തടം ആണ്. തടത്തിലേക്കാണ് എറിയേണ്ടത്. ആ കൂട്ടത്തിൽ ഒരാള് അറിവില്ലാതെ തൂണുമ്പോൾ എറിഞ്ഞ കല്ല് നേരെ താഴെ വീട് മർമ്മ എന്ന് പറയുന്ന തരത്തിൽ എത്തിയാൽ ഓക്കെയാണ്. അതേസമയത്ത് ചട്ടിയായിട്ട് എറിഞ്ഞ് ഏറ് ഭിത്തിയിൽ കൊണ്ട് തെറിച്ച് പുറത്തു പോയാൽ ഏറ് വീഴുകയും ഇല്ല. അപ്പൊ ആ തൂണ് ഇന്നുള്ള ഭിത്തി അതല്ല മർമ്മ. അതിനെ ഉദ്ദേശിച്ചല്ല എറിയേണ്ടത്. മർമ്മ എന്ന് പറയുന്നത് ആ കല്ലുകൾ ഒരുമിച്ച് കൂടുന്ന ചുറ്റും ഒരു തടമായിട്ട് അടിയേണ്ടത്. ആ തടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്നിപ്പോ ഏകദേശം ഒരു വഞ്ചിയുടെ മോഡലാക്കി വെച്ചതുകൊണ്ട് സൗകര്യം എന്താണെന്ന് വെച്ചാൽ ചുറ്റുഭാഗത്ത് എവിടെ എറിഞ്ഞാലും നേരെ ഊർന്നിറങ്ങി കല്ല് താഴെ ആ തടത്തിലെത്തും. അതിനൊരു സൗകര്യമുണ്ട്. അപ്പൊ തടത്തേക്കാണ് എറിയേണ്ടത്. തടത്തിലെറിഞ്ഞാൽ അടിയിൽ പോയിട്ട് മർമ്മ സാക്ഷാൽ പഴയ കാലത്തുണ്ടായിരുന്ന സാക്ഷാൽ മർമ്മ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ മർമ്മയിലെത്തും. ആ ഉദ്ദേശമില്ല. ചുമരിൽ എറിഞ്ഞിട്ട് ആ മർമ്മയ്ക്കെന്നെ വീണാൽ ഓക്കെയാണ്. അതേസമയത്ത് പുറത്തേക്ക് തെറിച്ചു പോയാൽ ഏറ് വീടാതെ വരും. ചുമരുമലേക്കല്ല എറിയേണ്ടത്, താഴത്തേക്കാണ്. അത് വിശദമായി പറഞ്ഞതാണ്. ഏതായാലും മറ്റേ ഏറൂല പറഞ്ഞുകൊണ്ട് നെയ്യ് ഏറിയിട്ട് അപ്പം കേടേണ്ടിയിട്ടുള്ളൂ. ഒരിക്കൽ കൂടി പറഞ്ഞാൽ എനിക്ക് കേടില്ല. ഓക്കെ, ഞാൻ വയ്ക്കും.
മരണപ്പെട്ട പിതാവിന് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ട രൂപം ഒന്ന് പറഞ്ഞുതരാം. മറ്റൊന്ന്, മക്കയിൽ താമസിക്കുന്നവരാണെങ്കിൽ മിനായിൽ ഏറ്റവും തന്നെ രാത്രി മിനായിൽ താമസിക്കാൻ നിർബന്ധമില്ലാതെ നേരെ അറഫയിൽ പോയാൽ മതിയോ? ഇതിനെ പറ്റി വിഷയമായിട്ടും പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ബാപ്പക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോണ്ടല്ലോ നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ ഞാൻ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യുകയും ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതാണല്ലോ സാധാരണ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ നവൈത്തുൽ ഹജ്ജ അൻ അബി വഅഹറംതു ബിഹി ലഹു ലില്ലാഹി തആല. അങ്ങ് അറബി എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട ഇവിടെ ഖുതുബ അറബിയിലായിരിക്കും ഷർത്ത്. അതുപോലെ നിയ്യത്തിന്റെ ഭാഷയില്ല, മനസ്സുകൊണ്ടാണല്ലോ കരുതുക. എന്റെ വാപ്പക്ക് വേണ്ടി ഹജ്ജിന്റെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുകയും വാപ്പക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു എന്ന് കരുതുക. അത് നിങ്ങൾ അറിയുന്ന ഭാഷയിൽ കരുതിയാൽ മതി. അതായത് ഹജ്ജിന് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുകയും ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ നിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് വാപ്പക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്യുകയും വാപ്പക്ക് വേണ്ടിയുള്ള ഹജ്ജിന്റെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. പിന്നെ ലബ്ബൈക അല്ലാഹുമ്മ ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ അൻ അബി, എന്റെ വാപ്പക്ക് വേണ്ടിയുള്ള ഹജ്ജിന് ഞാൻ ഇതാ തൽബിയത്ത് ചൊല്ലുന്നു എന്ന് ഒരു പ്രാവശ്യം കരുതുക. അപ്പം വാപ്പക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്തു, വാപ്പക്ക് വേണ്ടിയുള്ള ഹജ്ജിന്റെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിച്ചു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇനി 8ന്റെ അന്ന് മിനയിൽ ഒരുമിച്ച് കൂടലും അന്നത്തെ 5 വഖത്ത് പിറ്റേന്നത്തെ സുബഹി ഉൾപ്പെടെ നിസ്കരിക്കണം സുന്നത്താണ്. അത് ചെയ്താൽ നന്ന്, ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഹജ്ജ് പൂർത്തിയാകാതിരിക്കുകയോ പ്രത്യേകം ഫിദിയ വേണ്ടി വരികയോ ചെയ്യില്ല. മറിച്ച് മിനയിൽ രാപ്പാർക്കൽ നിർബന്ധമാവുന്നത് 10 കഴിഞ്ഞിട്ട് 11-ാം രാവ് 12-ാം രാവ് പൂർത്തിയാക്കിയതാണെങ്കിൽ 13-ാം രാവ്, അത് വുജൂബാണ്. അതേസമയത്ത് 8-ന് നല്ലതാണ്, കയ്യെങ്കിൽ സുന്നത്തായ കാര്യമാണ്. രാപ്പാർക്കലും അന്നത്തെ ളുഹ്റ് അസർ പിന്നെ 9-ന്റെ മഗ്രിബ് ഇശാഉ 9-ന്റെ അന്നത്തെ രാവിലത്തെ സുബഹി അത് അവിടുന്ന് 5 വഖത്ത് നിസ്കരിക്കലും അന്ന് അവിടെ രാപ്പാർക്കലും ഒക്കെ സുന്നത്തായ ഒരു അമല ചെയ്താൽ വളരെ കൂലി കിട്ടും. ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഹജ്ജ് പൂർത്തിയാകാതിരിക്കൂല, പ്രത്യേക ഫിദിയയും വേണ്ട. മനസ്സിലായില്ലേ? അതേസമയത്ത് 10-ന്റെ അന്ന് വന്ന് ജമ്മത്തുൽ അഖബ എറിയലും അന്ന് രാത്രി 11-ാം രാവായിരിക്കുമല്ലോ, അന്നത്തെ രാത്രി രാപ്പാർക്കലും പിന്നത്തെ 11-ന്റെ അന്ന് 12-ാം രാവ് രാപ്പാർക്കലും എന്തായാലും വാജിബാണ്. പിന്നെ പൂർത്തിയായിട്ട് 13-ന് വെക്കുന്ന ഉദ്ദേശിച്ചുള്ള ആളുകൾക്ക് 13-ന്റെ അന്ന് രാത്രി കൂടി രാപ്പാർക്കലും 13-ന്റെ ഏറും വുജൂബ്. അപ്പൊ വുജൂബാകുന്നത് അറഫ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നീടുള്ള താമസിക്കലും അതുപോലെ തന്നെ കല്ലൂർ മാത്രമാണ്. 8-ന്റെ അന്നത്ത് നിസ്കരിക്കലും താമസിക്കലും ഒക്കെ സുന്നത്താണ്. ചെയ്താൽ കൂലിയിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതിന് വേണ്ടിയിട്ട് ഫിദിയയുമില്ല. ഓക്കെ, നമ്മിക്കോട്ടെ. സമയത്ത് പിതാവിന് വേണ്ടി കരുതണം. ഇത് അതല്ല സ്വന്തം ചെയ്താൽ മതിയോ? അതല്ല ആ സമയത്ത് നമ്മൾ പിതാവിന് വേണ്ടിയാണ് ഞാൻ തവാഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹി ചെയ്യുന്നത് എന്ന് കരുതുന്നത്, മറ്റേതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ നിയ്യത്ത് ചെയ്യലും നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞു തന്നായിരുന്നു. ഇല്ല, ഒറ്റ സമയത്ത് മാത്രമേ വിജയമുള്ളൂ. അതായത് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പം നമ്മൾ നിയ്യത്ത് ചെയ്യുക. ബാപ്പക്ക് വേണമെങ്കിൽ ബാപ്പക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉമ്മക്ക് വേണ്ടിയെങ്കിൽ ഉമ്മക്ക് വേണ്ടി, അല്ല അന്യ വേറൊരാൾക്കാണെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയാണെങ്കിൽ ഉംറന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യുമ്പോൾ കൂട്ടണം തുടക്കത്തിൽ. ബാക്കിയുള്ളവർക്ക് ഒന്നും വുജൂബില്ല. എന്നാൽ നല്ലത് തന്നെ തവാഫ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സ്വന്തത്തിന് ഹജ്ജിന്റെ തവാഫ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഹജ്ജിന്റെ ഫർളായ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സഹി ചെയ്യുമ്പോൾ സുന്നത്തായ ഞാൻ എന്റെ ഹജ്ജിന്റെ ഫർളായ സഹി ചെയ്യുന്നു എന്ന് കരുതുക. അതിവിടെയും സുന്നത്തുണ്ട്, നല്ലതാണ്. ഇത് വാപ്പാക്ക് വേണ്ടി ഹജ്ജിന്റെ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതുക. അതുപോലെ വാപ്പാക്ക് വേണ്ടിയുള്ള ഹജ്ജിന്റെ സഹി ഞാൻ ചെയ്യുന്നു എന്ന് കരുതുക. ഒക്കെ സുന്നത്താണ്, കരുതിയാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ തന്നെ ഇഹ്റാമിൽ നിർബന്ധ. ഇഹ്റാമിൽ അങ്ങനെ കരുതാഞ്ഞാൽ അത് വാപ്പാന്റെ പേരിൽ ഹജ്ജാവൂല. ബാക്കിയുള്ളവർക്കൊക്കെ കരുതിയാൽ നന്ന് പ്രത്യേകം കരുതിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഏതായാലും മുടക്കം വരണ്ട, സുന്നത്താണെങ്കിൽ വെറുതെ കളയണ്ടല്ലോ, ഇതായിട്ട് നമുക്കൊരു ചെലവില്ലല്ലോ. അപ്പൊ ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യലെന്നെ സുന്നത്തുള്ളൂ, വാപ്പാക്ക് വേണ്ടിയതല്ല. ഇങ്ങനെ തവാഫ് ചെയ്യുന്നു, ഹജ്ജിന്റെ ഫർളായ തവാഫ് ചെയ്യുന്നു എന്ന് കരുതലെന്നെ സുന്നത്ത്. ആ സുന്നത്ത് കരുതുന്ന ഹോട്ടൽ വാപ്പാക്ക് വേണ്ടിയുള്ള ഹജ്ജിന്റെ തവാഫ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതിക്കാണെങ്കിൽ ആ സുന്നത്തും കിട്ടും.
അതുപോലെ തന്നെ സൈ ചെയ്യുമ്പോൾ ഞാൻ ഹജ്ജിന്റെ ഫർളായ സൈ ചെയ്യുന്നു എന്ന് കരുതൽ സുന്നത്തുണ്ട്. ആ സുന്നത്തിന്റെ കൂടെ വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ഈ ഹജ്ജിന്റെ ഫർളായ സൈ ഞാൻ ചെയ്യുന്നു എന്നോട് കരുതിയാൽ നല്ലതാണ്, കൂലി കിട്ടും, സുന്നത്ത. ഇല്ലെങ്കിലും സംഗതിക്ക് തയ്യാറാവുന്നില്ല. ഇഹ്റാം ചെയ്യുന്ന സമയത്ത് മാത്രം ആ നിയ്യത്ത് ചെയ്യലേ ഷർത്തും ഉജൂബുള്ളൂ. ബാക്കിയുള്ള ചെയ്താൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേക പ്രശ്നമില്ല, കൂലി കുറയും. സുന്നത്തായ ഏത് വിഭാഗത്തും ഒഴിവായ അതിന്റെ അത്രയും പ്രതിഫലം കുറയും. അപ്പൊ നമ്മൾ കരുതി സുന്നത്ത് വെച്ചോട്ടെ, അവിടെ നല്ലത്. ഓക്കെ, ഇല്ലെങ്കിൽ തോമസ് ചെയ്യാതിരിക്കൂല, ഹജ്ജ് വാപ്പാക്കല്ലാതിരിക്കുകയും ചെയ്യൂല. ഇഹ്റാമിന്റെ സമയത്ത് കരുതാതിരുന്നാൽ ഹജ്ജ് വാപ്പാന്റെതല്ലാതായി പോവും. അവിടെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, നമ്മയ്ക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് സംസാരിച്ചതാണോ എന്നറിയില്ല. അറഫ ദിവസത്തെ കുറിച്ചാണ് ഉസ്താദ് എനിക്ക് പറയാനുള്ളത്. അറഫ നോമ്പിനെ കുറിച്ച്, അതായത് ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അറഫ നോമ്പ് ഒരാൾ നോക്കുകയാണെങ്കിൽ 1 വർഷത്തെ ആയുസ് അവന് ഗ്യാരണ്ടിയാണ്. അതായത് 1 വർഷം കൂടി അവന് ജീവിക്കാമെന്ന് എന്നുള്ളൊരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്. അത് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ഉസ്താദിന്റെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് കേൾക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് പറഞ്ഞു നന്നായിരുന്നു. അതുപോലെ ഹജ്ജിന് പോയ ഹാജിമാർക്ക് അറഫ നോമ്പിനെ കുറിച്ച് അവർക്ക് ആ നോമ്പ് സുന്നത്ത് ഉണ്ടോ എന്ന് ഒന്ന് ഉസ്താദ് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഒക്കെ പറഞ്ഞുപോയി തന്നെയാണ്. ഇന്നലെ അവിടെ ഏതാ ഉസ്താദ് ആളെ പേരൊക്കെ ശ്രദ്ധിച്ച ഇന്നലെ അവിടെ ക്ലാസ് നടന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. അതായത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ട കുറെ പുണ്യകർമ്മങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അറഫ നോമ്പിനെ പറ്റിയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട്, നമ്മളല്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞതായിട്ട് 2 കൊല്ലത്തെ ദോഷം പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അടുത്തൊരു കൊല്ലം കൂടി ജീവിക്കാം എന്നാണ് ആ പറയുന്നതിന്റെ സൂചന എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞതായിട്ടുമൊക്കെ ഇന്നലെ തന്നെ നമ്മളെ ക്ലാസ്സിൽ മറ്റൊരു ഉസ്താദിന്റെ ക്ലാസ്സിൽ കേട്ടു. മറ്റൊരു ഉസ്താദിനെ എന്ന് പറയുമ്പോൾ ഞാൻ ഉസ്താദ് വിഷമിക്കുന്ന ആളെ പേര് കൂട്ടൂർ ഉസ്താദിനെ മാഷാ അല്ലാഹ് കൂട്ടൂർ സക്കാഫിന്റെ ക്ലാസ് ഞാൻ ക്ലാസ് അപ്പൊ കേട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് അപ്പുറത്തായിരുന്നു, അതുകൊണ്ട് ആരെ ക്ലാസ് എടുക്കണമെന്ന് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കൂട്ടൂർ ഉസ്താദിന്റെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മലപ്പുറം നടത്തുന്നതാണ്. അപ്പൊ അത് ലോകത്തുള്ള എല്ലാവർക്കും വളരെ സുന്നത്തുള്ളതാണ്. 2 കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്ത മറ്റൊരു സുന്നത്ത് നോമ്പ് വേറെയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഹാജിക്ക് അറഫയിൽ വെച്ച് നോമ്പ് നോക്ക് സുന്നത്തില്ല. കാരണം എന്താ, അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒറ്റ ചാൻസാണ് അറഫ എന്ന് പറയുന്നത്. അത് നോമ്പ് നോറ്റ് ക്ഷീണിതനായി ഒരു ക്ഷീണവും മയക്കും വരാൻ പാടില്ല. നല്ല ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ആവേശത്തിലും അറഫ പൂർണ്ണമായും ദിക്ർ ദുആകളിൽ സജീവമായി മുഴുകാനുള്ള സൗകര്യത്തിന് വേണ്ടി അറഫയിൽ നിൽക്കുന്ന ഹാജിക്ക് അത് സുന്നത്തില്ല. കാരണം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുള്ളതായി വന്ന സമയത്ത് അറഫയിൽ വെച്ച് നോമ്പ് നോറ്റിട്ടില്ലേ എന്ന് സഹാബാക്കൾക്കിടയിലുള്ള അഭിപ്രായം. എല്ലാ കൊല്ലം നബി തങ്ങൾ നോൽക്കലുണ്ടല്ലോ. അപ്പൊ നബി തങ്ങൾ നോൽക്കുന്നുണ്ടാവോ? കുറെ ആളുകൾ പറഞ്ഞു എന്താ നബി നോൽക്കാണക്കൂല, കാരണം അങ്ങനത്തെ പുണ്യപ്പെട്ട ഒരു നോമ്പാണല്ലോ. അപ്പൊ കുറെ ആളുകൾ പറഞ്ഞു അങ്ങനെയില്ല, നമ്മളോട് നബി പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഹജ്ജിന് വന്നപ്പോ നോമ്പ് നോൽക്കാണ്, അപ്പൊ നോറ്റിട്ടുണ്ടാവില്ല. അപ്പൊ ഇളയമുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഇളയ ഉമ്മ റളിയല്ലാഹു അൻഹ നിങ്ങൾ തർക്കിക്കണം, ഞാൻ ഇപ്പൊ തീരുമാനാക്കി തരാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മകന്റെ അടുത്ത് ഒരു ഗ്ലാസ് പാല് കൊടുത്തയച്ചു. ഇത് തങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ടാണല്ലോ അറഫയിൽ ഫുൾ ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് സംഭവമൊന്നും ഇല്ലാതെ തുറന്ന സ്ഥലത്ത്. അങ്ങനെ ഇളയ മുഹമ്മദ് റളിയല്ലാഹു മകന്റെ അടുത്ത് ഒരു ഗ്ലാസ് പാല് കൊടുത്തയച്ചു. അത് കൊണ്ടുവച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി അങ്ങനെ കുടിച്ചും ചെയ്തു. അപ്പൊ എല്ലാവരും കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വെച്ചിട്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പ് വെക്കുന്നതിന് ഹാജിമാരെ നിരുത്സാഹപ്പെടുത്തുകയും നബി തങ്ങൾ ഹജ്ജത്തുള്ളതായിട്ട് നോമ്പ് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഹാജിക്കാസുകൊണ്ട് അറഫയിൽ വെച്ച് സുന്നത്തില്ല എന്നല്ലാതെ കറാഹത്ത. കാരണം അതിനേക്കാൾ മുഖ്യമായ അറഫക്ക് ക്ഷീണം വരണ്ട എന്നവർക്ക്. അല്ലാത്ത മശ്രിഖ് മഗ്രിബിടയിലുള്ള നോമ്പ് നോൽക്കാൻ ആവതുള്ള മുഴുവൻ ആളുകളും ഏറ്റവും പ്രധാനമായ നോൻപാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കഴിഞ്ഞൊരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും ദോഷം പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കപ്പെടുമെന്ന് പറയാൻ ഉണ്ടാവില്ലല്ലോ. ആ പറഞ്ഞതിന്റെ സൂചന അടുത്ത കൊല്ലത്തെ ദുൽഹജ്ജ് 9 അറഫ വരെ ജീവിക്കും എന്നതാണ് ഈ ഹദീസ് നൽകുന്ന സൂചന എന്ന് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എടുത്തിട്ടുണ്ട്. അന്നത്തെ ക്ലാസ് കോട്ടൂർസാന്റെ ക്ലാസ് കേട്ടവർക്കൊക്കെ കോട്ടൂർസാൻ എന്നൊക്കെ ഭയങ്കര വിഷമമുണ്ട്. കാരണം 2 ദിവസമായിട്ട് ഓപ്പനെ ഇത് ശരിയായിട്ടില്ല, നെറ്റിനെന്തോ തകരാറുണ്ട്. എന്നിട്ട് ക്ലാസ്
ക്ലാസ് ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ കൂടെ DC കൊണ്ടിരിക്കുകയും അവസാനം മൈക്ക് വെച്ച് പോവുകയാണ് ചെയ്തത്. ഇന്ന് പകലോട്ട് നിൽക്കുന്ന ക്ലാസ് ഉണ്ടായിട്ടില്ല. ലോകത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി നല്ല ഫലപ്രദമായ ക്ലാസ് എടുക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്കൊക്കെ, പ്രത്യേകിച്ച് ഈ കൂട്ടൂർ ഉസ്താദിനെ പോലെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഫിഖ്ഹും അതോടുകൂടി തന്നെ ആദർശപരമായ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന മറ്റു ഉസ്താദന്മാർക്കൊക്കെ അവരുടെ ദീർഘായുസുള്ള ആഫിയത്തും ഓടുകൂടിയ ദീർഘായുസ് നൽകുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല നമുക്കും അവർക്കും ഒക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ ഉസ്താദ്, നാട്ടിൽ നിന്നുള്ള ഒരു എന്റെ നാട്ടിൽ നിന്നുള്ള ഹാജിയാരുടെ ഒരു സംശയമാണ്. പിന്നെ ഒരാൾക്ക് ഒരു സ്ത്രീയാണ് സുഖം പോരാ, അപ്പൊ അവർക്ക് പെരുന്നാളിന്റെ അന്നുള്ള ഏറ് കഴിഞ്ഞ് അവര് മിനയില് നിന്ന്, പിന്നെ മിനയിലെ 3 ദിവസത്തെ ഏറും കഴിഞ്ഞ് പോകുന്നതിന് ശേഷം